വെൽക്കം ടു അവർ ഫംഗ്ഷൻ. യുടെക് ടീച്ചർ ട്രെയിനിങ് അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങായ കോൺവെക്കേഷൻ സെറമണിയുടെ ബിഗിനിങ് സെഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായി 1-2 ഗാനങ്ങൾ ആലപിക്കുന്നതിനായി നിരഞ്ജനയെ സ്വാഗതം ചെയ്യുന്നു. നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും താലോടും താനെ കഥ തുടരും മിഴിയോരം നനയ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകയേ കനലു തൂവും വേനൽ കലവു തേടുന്നേ ഞാനും ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ കണ്ണിലാ എണ്ണ ഒഴിച്ചുകൊണ്ടെത്ര നാൾ കാത്തിരുന്നു ഞാനിരുട്ടിൽ ഇന്നെൻ്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ പൊന്നായി മിന്നും വിളക്കേ ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ അമ്പാടി തന്നിലെ ഉണ്ണിയെ പോലെ നീ കൊമ്പനാണെങ്കിലും കണ്ണേ അമ്മുമ്മ പൂതിയാലി കുഞ്ഞു കാതിലായി രാധയെന്നാദ്യമായി ചൊല്ലി ഇല്ലില്ല മുത്തിയെ കണ്ടു മയങ്ങുമി നല്ല കിനാവുള്ള കണ്ണിൽ ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ ഒത്തിരി മോഹിച്ചു പോയി ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരൻ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരൻ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല ചന്ദന പുഞ്ചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേ കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ
പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. താങ്ക് യു. Good morning, all of you. I am Simi. I am working as a teacher in Kaisan International School. First of all, I thank my teacher to give me a golden opportunity to take a seminar in front of you. What is Montessori education? അതിന് മുമ്പായിട്ട് നമുക്ക് മോണ്ടിസോറി എഡ്യൂക്കേഷൻ അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇതൊരു 1 year പ്രോഗ്രാമാണ്, ഒരു ഡിപ്ലോമ കോഴ്സാണ്. +2 കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ചേരാം. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് PG ഡിപ്ലോമ കോഴ്സായിട്ടും ഈ TTC കൊണ്ടുവരാം. ഈ ഡിപ്ലോമ കോഴ്സിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഒരു 4 സബ്ജക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, സെക്കൻഡ് വൺ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, തേർഡ് വൺ ചൈൽഡ് സൈക്കോളജി, ഫിഫ്ത്ത് വൺ ഫിലോസഫി. ഫിലോസഫി എന്ന് പറയുന്നത് ഡിഗ്രി ഗ്രാജുവേറ്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഫിലോസഫി എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞാൽ, മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് മോണ്ടിസോറി എഡ്യൂക്കേഷൻ അറിയുന്നതിന് മുമ്പായിട്ട് മോണ്ടിസോറി കൊണ്ടുവന്ന ഫൗണ്ടർ ആരാണ്? നമ്മുടെ മോണ്ടിസോറി ഫൗണ്ടർ എന്ന് പറയുന്നത് ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ്. മോണ്ടിസോറിയുടെ ഇറ്റലിയിൽ ഒരു സ്കൂള് തുടങ്ങി 1907 ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സ്കൂളിൻ്റെ പേര് കാസ ഡി ബാംബിനി എന്നാണ്. കാസ ഡി ബാംബിനി എന്നെ മീൻ ചെയ്യുന്നത് തന്നെ ഹൗസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പേര് മാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു പഠന രീതി. പിന്നെ നമ്മളെ ഈ ഒരു പഠന രീതി കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ആണ് മാം കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് മാം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ അവർ പ്രത്യേക തരം ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഉഡൻ മെറ്റീരിയൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാം സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് ഡിഡാക്റ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് എന്ന് പറയും. ആ ഒരു അപ്പാരറ്റസ് മാം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കുട്ടികളുടെ ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റ്, അവരുടെ കോൺസെൻട്രേഷൻ, അവരെങ്ങനെയാണ് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്, അവരുടെ ആ ഒരു രീതിയും പിന്നെ അവരുടെ ആ കോൺസെൻട്രേഷൻ പോവാത്ത രീതിയും. ഇതിനെയും മോണ്ടിസോറി മാം ചെയ്തത് തെരുവിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു അവരുടെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഒരു 2 വയസ്സായ കുട്ടീനെ മാമിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അവരുടെ ആ ഒരു മെറ്റീരിയൽ കൊടുത്തു. ആ കുട്ടി കാണിക്കുന്ന ക്ഷമ മോണ്ടിസോറി അത് വീക്ഷിച്ചു. അതേസമയം മോണ്ടിസോറി പഠിക്കുന്ന ആ കുട്ടികളുടെ കുറേ ഡിസ്റ്റർബൻസ് ഒക്കെ നടത്തിയെങ്കിലും അത് മോണ്ടിസോറി മാം പരാജയപ്പെട്ടു. കുട്ടിക്ക് കൊടുത്ത ആ ഒരു ഉപകരണം ആ കുട്ടി എങ്ങനെയാണ് അത് തീരുന്നത് വരെ ആ കുട്ടിയുടെ ആ ക്ഷമ, ആ സൈലൻസ്, ആ കുട്ടി എങ്ങനെയാണോ അത് ചെയ്തത് അത് മാം ഒബ്സർവ് ചെയ്യുകയും മാമിന് അത് നല്ല രീതിയിൽ ഹാപ്പി ആവുകയും ചെയ്തു. അങ്ങനെ മാം പല രാജ്യങ്ങളിൽ പോയി ഓരോ സ്കൂള് വർക്കിംഗ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസുകളിൽ ഈ ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലും മാം വന്നു. മാമിൻ്റെ കുറച്ച് ബുക്സുകൾ ഉണ്ട്. അതിൽ ഫേമസ് ആയ ബുക്സാണ് അബ്സോർബൻ്റ് മൈൻഡ്, മോണ്ടിസോറി മെത്തേഡ്. ഇതൊക്കെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷനകത്ത് ഉള്ളത്. കുട്ടികൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ, നമ്മളെ കേരളത്തിൽ തന്നെ മിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഈ ഒരു രീതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ച സമയത്തൊന്നും ഈ ഒരു രീതിയല്ല കൊണ്ടുവന്നത്, ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചർ നമുക്ക് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരു മെറ്റീരിയൽ, ഒരു ഉഡൻ മെറ്റീരിയൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയേഴ്സ്, സ്പിൻഡിൽസ്, അങ്ങനെയുള്ള ഓരോ മെറ്റീരിയൽസുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ കുട്ടികൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ക്ഷമയോടെ ഇരുന്ന് അത് കുട്ടികളെ ഹാം വരാത്ത രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിലൂടെ കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായിട്ട് എന്താ വളർത്തുന്നത്, അവർക്ക് ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാവും, ഹെൽപ്പിങ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവും. അവർക്ക് ക്ഷമ
എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇൻ കേസ് നമ്മുടെ ടീച്ചറിന് വേണ്ടുന്നതും ഈ കുട്ടിക്ക് നമ്മളത് കൊടുക്കുമ്പോഴും അവരുടെ ചോയ്സാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ പറഞ്ഞേൽപ്പിക്കേണ്ട കാര്യമേ അല്ല. ഇനി നമുക്ക് സെക്കൻഡ് വൺ പറയേണ്ടത് അടുത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്, സ്കൂൾ മാനേജ്മെൻറ്റ്. സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്കൂള് തുടങ്ങണം, അത്യാവശ്യമായിട്ട് ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ പൊസിഷൻ, അതൊക്കെയാണ് സ്കൂൾ മാനേജ്മെൻറ്റിൽ പറയുന്നത്. പിന്നെ നമുക്ക് യൂണിഫോം എന്താണ് ഇമ്പോർട്ടൻസ് സ്കൂളിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ നമ്മുടെ അക്കാഡമിക് ആൻഡ് ക്വാളിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചൈൽഡ് സൈക്കോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ എങ്ങനെയാണോ അവരുടെ മാനസിക വളർച്ച വരുന്നത്, ഓരോ സ്റ്റേജിനും ഓരോ ഇൻ കേസ് ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, യൂത്ത്, ഇതെല്ലാ കാര്യങ്ങൾക്കുമാണ് ഈ ഒരു ചൈൽഡ് സൈക്കോളജിയിൽ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഫിലോസഫിയാണ്. ഫിലോസഫിയിൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ റൈറ്റ്സ്, അവരുടെ അബ്യൂസസ്, ഇത് ഓരോ സെക്ഷനിലും ഓരോ ലാസും അതൊക്കെയാണ് ഈ ഒരു ഫിലോസഫിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കരിക്കുലർ ഏരിയാസ് ഉണ്ട്, അത് പ്രാക്ടിക്കൽ, മോണ്ടിസോറി തന്നെ ഓരോ കരിക്കുലർ ഏരിയാസ് ഉണ്ട്. പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട്, ലാംഗ്വേജ് ഏരിയാസ് ഉണ്ട്, പിന്നെ കൾച്ചറൽ ഏരിയാസ് ഉണ്ട്. ഇതെല്ലാം കൊണ്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എഡ്യൂക്കേഷൻ, മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കൊണ്ടുപോകുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് 2 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുക, ആ വെള്ളത്തിൽ കുറച്ച് സ്പോഞ്ച് കൊടുക്കുക, അത് അവർ സ്ക്യൂസ് ചെയ്ത് അത് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വെള്ളം തറയെ പോവാതെ നെക്സ്റ്റ് ബൗളിലോട്ട് സ്ക്യൂസ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് പറഞ്ഞത്, അതാണ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻസോറിയൽ എന്ന് പറയുന്നത് അത് ഇപ്പം നമ്മളിങ്ങനെ ടച്ച് ചെയ്തില്ലേ, ആ ഒരു രീതിനെയാണ് പറയുന്നത് സെൻസോറിയൽ. അവർ സ്വന്തമായിട്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ കൊടുത്ത് എങ്ങനെയാണെന്ന്, അത് 2 വയസ്സായ കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്, മുതിർന്നവരുടെ കാര്യമല്ല പറയുന്നത്. 2 വയസ്സായ കുട്ടികൾക്ക് നമ്മളൊക്കെ ചെയ്യുന്ന എന്താണ്, എല്ലാം നമ്മൾ പാരൻ്റായ നമ്മൾ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ആ 2 വയസ്സായ ഡേ കെയർ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അവരത് സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതിന് ഒരു മെറ്റീരിയൽ കൊടുക്കും, അത് അതിൻ്റെ സൈസ് നോക്കി അത് അവർ തൊട്ട് അങ്ങനെ അവർ മനസ്സിലാക്കും. അതുപയോഗിച്ച് അവർ പിന്നെ മാത്തമെറ്റിക്സൽ ഏരിയ ഉണ്ട്, അതിൽ അവർ കൗണ്ടിങ് ഏരിയ ഉണ്ട്. ഫസ്റ്റ് എങ്ങനെയാണ് ഓരോ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും, ക്വാളിറ്റി അറിയാൻ പറ്റും. അതിലൂടെ അവർ കൗണ്ടിങ് പഠിക്കും. ഇത്രയും രീതികളിലൂടെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ നമുക്ക് പഠിച്ചാലുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വിദേശത്ത് പോയാലും ഇതിന് വളരെ സ്കോപ്പാണ്. ഇൻ കേസ് നമ്മൾ BEd എടുത്താലും മോണ്ടിസോറിയാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, എൻ്റെ കൂടെ ഒരുപാട് BEd പഠിച്ച കുട്ടികളുണ്ട്. അവരൊക്കെ പറയുന്നത് BEd മാത്രം പോരാ, മോണ്ടിസോറി എഡ്യൂക്കേഷനും കൂടെ വേണം. പക്ഷെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എടുത്ത ഒരു കുട്ടിക്ക് പുറത്ത് പോയാൽ നല്ല ചാൻസാണ്. നമ്മുടെ ഇപ്പോൾ നാട്ടിലും മിക്ക സ്കൂളുകളിലും മോണ്ടിസോറി വളരെ പ്രാധാന്യമാണ്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പോകുന്നത് മോണ്ടിസോറി ഉള്ള സ്കൂളാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഉള്ള സ്കൂളിലും അത്യാവശ്യം മോണ്ടിസോറിയും കൂടെ അറിഞ്ഞിരിക്കണം. ആ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ ആയിരുന്നില്ല, ഇപ്പോഴും മോണ്ടിസോറി ഒരുപാട് രീതിയിൽ നല്ല രീതിയിലും വളർന്നിട്ടുണ്ട്. ഈവൻ ട്രിവാൻഡ്രത്ത് ഇപ്പം മിക്ക സ്കൂളുകളിലും ഉണ്ട്. എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിലും മോണ്ടിസോറി ബേസ്ഡ് ആണ്. ഇപ്പം ആറ്റിങ്ങയിലും ഒരുവിധമുള്ള ഇതിലും മോണ്ടിസോറി മെറ്റീരിയലും ഉണ്ട്. ഫസ്റ്റ് താങ്ക് യു എവ്രി വൺ ഫോർ ലിസൺ ടു മീ. തുടങ്ങുകയാണ്. സിമി പ്രസാദ് ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ഉണ്ടാകുന്ന ഇൻ്റലക്ച്വൽ പരമായിട്ടുള്ള വികസനത്തിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇപ്പം നമ്മൾ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ആസ് എ ബേബി അവരെങ്ങനെയാണ് അങ്ങനെ കുട്ടികൾ വളർന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഇഴഞ്ഞ് അധികം അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും, എന്തെങ്കിലും ആക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ ഇഴയുന്ന പ്രായമാകും. പിന്നെ അത് കഴിഞ്ഞ് അവർ കുറച്ച് ഗ്രോണപ്പ് ചെയ്യും. അങ്ങനെ അതാണ് ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് ചൈൽഡ്ഹുഡിലോട്ട് വരും.
അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ വരുന്നത് അവർ അഡോളസെൻസ് ഏജ് വരും. അഡോളസെൻസ് ഏജ് എന്ന് പറയുന്നത് അത് അവരൊരു ഇമാജിനേഷൻ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അവരുടേതായ രീതിയിലായിരിക്കും അവർ വളർന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് യൂത്ത് വരുമ്പോഴത്തേക്കാണ് അവർക്കൊരു തിരിച്ചറിവുണ്ടാവുന്നത്. ഈ തിരിച്ചറിവിലൂടെ അവർക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും നാൾ നമ്മൾ എന്താണ് ചെയ്തത് അതല്ല, ഇനി നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്താണോ അതാണ് എന്നുള്ള രീതി കൊണ്ടുവരും. ഇനി നമുക്ക് വരുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഒരു സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കുറിച്ചാണ്. കുട്ടികൾക്ക് വൈറ്റമിൻസ്, പ്രോട്ടീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവർക്ക് ഡിസീസ് കാര്യങ്ങൾ, കാഷ്യോർക്ക് അങ്ങനെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ, മരാസ്മസ്, അതിനൊക്കെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതെല്ലാം നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സിന് ആവശ്യകതയായിട്ടുള്ളത് വാക്സിൻ, അത് അയൺ ടാബ്ലറ്റ്, ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും. ഇത് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് എന്താണ് അവയർനെസ് ഉണ്ടാവും, കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് പാരൻസിനെ അറിയിക്കും. ഇന്ന വാക്സിൻ്റെ സമയമായി, പിന്നെ വാർമിംഗ് ഡേ ഉണ്ട്, പിന്നെ അയൺ ഡെഫിഷ്യൻസി എല്ലാ കുട്ടികൾക്കും ആ ഒരു സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴെന്നുള്ള ഈ ഒരു സമയത്ത് ഇതെല്ലാം കുട്ടികൾക്ക് ആവശ്യമാണ്. ഇൻ കേസ് നമ്മൾ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടി എങ്ങനെയാണോ, വെയിറ്റ് ഉണ്ടോ, കുട്ടി ഓക്കെ ആണോ, ഇതെല്ലാം നോക്കും. പുറമേ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ നോർമൽ പിള്ളേർക്ക് മാത്രമല്ല ഫീബിൾ മൈൻഡായിട്ടുള്ള കുട്ടികൾക്കും കൂടി ഉള്ളതാണ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മോണ്ടിസോറി എന്ന് പറയുന്നതിൽ ഈ ഫീബിൾ മൈൻഡായ കുട്ടികളെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നോർമൽ കുട്ടികൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല. ഓട്ടിസം ബാധിച്ച കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ അവർക്ക് നോർമൽ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഓട്ടിസം. അവർക്കെന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ മറിയാം മോണ്ടിസോറിയുടെ ഈ മെറ്റീരിയൽ കൊടുക്കുമ്പോഴും അവർക്ക് അവരുടേതായ സ്പേസ് നമ്മൾ കൊടുത്താൽ മതി. അവർ വളരെ ആക്രമണശക്തരായിട്ട് വരത്തില്ല. അവർക്ക് ആ ഒരു ടൈം കൊടുക്കുക, അവരത് നോക്കി അത് എങ്ങനെയാണോ. പക്ഷെ നോർമൽ കുട്ടികൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ചില നോർമൽ കുട്ടികൾ ഇൻ കേസ് 1-2 ദിവസങ്ങളിൽ കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. പക്ഷെ മറ്റു കുട്ടികൾക്ക് അത് പറ്റത്തില്ല. അതിനാണ് അവർക്ക് ഈ മെറ്റീരിയൽ മറിയാം മോണ്ടിസോറി കൊടുത്തിരിക്കുന്നത്. ഈ മോണ്ടിസോറി മെറ്റീരിയൽ നോർമൽ കുട്ടികളെ കാട്ടിയും നല്ല രീതിയിൽ ഈ ഓട്ടിസം വന്ന കുട്ടികൾ, ഫീബിൾ മൈൻഡായ കുട്ടികൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറിയാം മോണ്ടിസോറി ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്, എന്താണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ആ ഒരു ആരോഗ്യ രീതി എങ്ങനെ വരുത്തണം എന്നുള്ളത്. പിന്നെ ഫിലോസഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ആ കുട്ടികളുടെ പഠന രീതി, 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട രീതി, 2-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട രീതി, ഓരോ മാത്സ് പഠിക്കുന്ന രീതി, ഇങ്ങനെ ഓരോ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ ഓരോ ഗ്രേഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേഡ് 1 കുട്ടികൾക്ക് അവർക്ക് ട്രഡീഷണൽ രീതിയും കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറി രീതിയും കൊടുക്കുന്നുണ്ട്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഗ്രേഡ് 1 എന്ന് മീൻസ് 1-ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 2+3 എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഫിംഗർ എടുക്കും, 3 എടുത്ത് വെച്ചിട്ട് 3, 4, 5 ഇങ്ങനെ കൗണ്ട് ചെയ്യും. അതേസമയം മോണ്ടിസോറി മെറ്റീരിയലിന് അതിനൊരു മെറ്റീരിയൽസ് ഉണ്ട്. അതിനൊരു പേരുണ്ട്, അഡീഷൻ സ്ട്രിപ്സ് എന്ന് പറയും. ഈ അഡീഷൻ ബോർഡ് വെച്ചാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കൈ കൊണ്ടൊന്നും കൗണ്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഒരു ഉടൻ പാർട്ടിക്കിളാണ്. ആ ഒരു അപ്പാരറ്റസ് വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതാണ് മാത്തമെറ്റിക്കൽ ഏരിയയിൽ മോണ്ടിസോറി കൊണ്ടുവന്നിരിക്കുന്നത്. ലാംഗ്വേജ് ഏരിയയിൽ കൊണ്ടുവന്നിരിക്കുന്നത് സാൻഡ് പേപ്പർ രീതിയിൽ പോലൊരു മെറ്റീരിയലാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ട്രേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഓരോ ആ ഒരു ലെറ്റേഴ്സിൻ്റെ ഘടനയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ
അത് ഇപ്പോൾ കണ്ണൊക്കെ മൂടി കെട്ടിയിട്ട് ബ്ലൈൻഡ് ചെയ്തിട്ട് കുട്ടികളുടെ അടുത്ത് ആ ഒരു ഇത് രീതി കൊടുത്താൽ അവരുടനെ അത് ട്രേസ് ചെയ്ത് അവർ പറയും അത് ഏതാണ് ലെറ്റർ എന്നുള്ളത്. ആ ലെറ്ററിന് ഓരോ ഫോണിറ്റിക് സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്ന ആ സൗണ്ട് ആ എന്ന് പറയും. ആ ഒരു മെത്തേഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഈ ഒരു മെത്തേഡിലാണ് കുട്ടികളുടെ KG സെക്ഷനിൽ ABCD പഠിപ്പിക്കുന്നത്. ഓരോ ഫോണറ്റിക് സൗണ്ട് വെച്ചാണ്. പണ്ടത്തെ പോലെ ABCD പാട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഫോണറ്റിക്സ് ആണ് കൂടുതലും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മലയാളമാണെങ്കിലും മലയാളം ഇതുപോലെ ട്രേസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് കുട്ടികളെ മോണ്ടിസോറി സ്കൂളിൽ ഫസ്റ്റ് കുട്ടികളെ ട്രേസ് ചെയ്ത് പഠിപ്പിച്ചതിന് ശേഷമേ അവരെ എഴുതിപ്പിക്കുള്ളൂ. ആ ട്രേസ് ചെയ്ത് വരുന്നത് ഇപ്പം റാ എന്ന് എഴുതുന്നത് ഞാ എന്ന് എഴുതുന്നതെങ്കിൽ നമ്മളൊക്കെ ബുക്കിൽ ഇങ്ങനെ എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയലിൽ അവരെ ട്രേസ് ചെയ്തതിന് ശേഷം അവരത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ അവർക്ക് നമ്മൾ എഴുതാൻ കൊടുക്കത്തുള്ളൂ. അവർക്ക് അപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് സയൻസ് വിഷയത്തിലോട്ട് വരുവാണെങ്കിൽ കുറേ പസിൽസുകൾ നമ്മൾ കൊടുക്കും. ആ പസിൽസ് നോക്കിയിട്ട് നമ്മൾ ആ കുട്ടിയുടെ ബോഡി പാർട്സുകൾ എങ്ങനെയാണോ ആ പസിൽ അവർക്ക് കളിക്കാനായിട്ട് കൊടുക്കും. അത് അവർ ഇപ്പം ഇയർ എവിടെയാണ് ഇരിക്കുന്നത്, നോസ് എവിടെയാണ് ഇരിക്കുന്നത്, ഐസ് എവിടെയാണ് ഇരിക്കുന്നത് ആ പസിൽ വഴി അവർ മനസ്സിലാക്കും. അതിന് ശേഷം നമ്മൾ അവർക്ക് ഇത് എങ്ങനെയാണെന്നുള്ള രീതി ആ ഒരു പാഠം നമുക്ക് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് നമ്മൾ അവരെ കളിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു പഠന രീതിയിലോട്ട് മുൻപോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഇതുപോലെ ഹയർ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി അവർ ഒരുവിധം പഠിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് കുട്ടികളുടെ സ്കൂൾ രീതിയെക്കുറിച്ച് എങ്ങനെയാണ് എന്നുള്ളത്. സ്കൂളിൽ കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർ ഇപ്പോൾ പാടാനായിട്ട് അവരെ നമ്മൾ ക്ഷണിക്കും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അവരാദ്യം ഇപ്പം നമ്മളായാലും ഫസ്റ്റ് ഒന്ന് അറയ്ക്കും വരാനായിട്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികൾക്ക് സൈലോഫോൺ എന്നൊരു ഉപകരണമുണ്ട്. അത് നമുക്ക് അവരിൽ തന്നെ കൊടുത്തേക്കും. ആ സാധനം ആ ഒരു ഇൻസ്ട്രുമെൻ്റ് അവരിൽ കൊടുത്തതിന് ശേഷം അവർ ജസ്റ്റ് ഇങ്ങനെ ആക്കി ട്യൂണിങ് ആക്കി പോകും. അപ്പം ഇപ്പം നമുക്ക് എന്താണ് ആർ യു സ്ലീപ്പിംഗ് എടുക്കാം കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. ആർ യു സ്ലീപ്പിംഗ് എടുക്കും. അവർക്ക് അറിഞ്ഞുകൂടെ എന്താണ് അത്. നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊടുത്ത് അത് അവർ ചുമ്മാ ഇങ്ങനെ അതിൽ തന്നെ താളം എല്ലാം ഉണ്ട്. കുട്ടികൾ എങ്ങനെയാണ് മറ്റൊരാളുമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികൾ എന്താണ് പൊതുവെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഷൈ ആയിരിക്കും അല്ലേ, നാണം കേട് എന്തെങ്കിലും. ഇപ്പോൾ വീട്ടിലാരെങ്കിലും വന്നാലും ആദ്യമൊക്കെ അവർ ഒന്ന് അറയ്ക്കും. പിന്നീട് നമ്മൾ പരിചയപ്പെടുത്തിയായിരിക്കും അല്ലേ കുട്ടികൾ അവരുടെ ആ ബിഹേവിയർ. അപ്പോൾ ഈ മോണ്ടിസോറി പഠിച്ചിട്ടുള്ള കുട്ടിയാണ് മോണ്ടിസോറി സ്കൂളിൽ പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ എങ്ങനെയാണോ അവരുടെ ബിഹേവിയറിന് വളരെ ചേഞ്ചിങ് ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർ സ്വയം അറിഞ്ഞ് എല്ലാം ചെയ്തോളും. പിന്നെ ഇതെന്ന് വെച്ചാൽ 2 വയസ്സ് ഡേ കെയർ ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് ഈ മോണ്ടിസോറി സ്കൂളിൽ കൊണ്ടാക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 1.5-2 വയസ്സിലൊന്നും നമ്മൾ കുട്ടികളെ കൊണ്ടാക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും 2.5-3 വയസ്സ് വരെ ഞാൻ എൻ്റെ കുട്ടീനെ 3.5 വയസ്സിലാണ് കൊണ്ടുവന്ന് സ്കൂളിലാക്കിയത്. ഞാൻ ഈ ഒരു പഠിച്ചതിന് ശേഷം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്കൂളിൽ 2 വയസ്സായ ഒരു കുട്ടീന് ഞാൻ വെറുതെ ജസ്റ്റ് ആ ഒരു മെറ്റീരിയൽ അപ്പാരറ്റസ് കൊടുത്തു. അത്രയും കോൺസെൻട്രേഷനോട് കൂടി ആ കുട്ടി അത് ചെയ്യുന്നു. അതേസമയം നമ്മളെ വീട്ടിലാണെങ്കിൽ കുട്ടികൾ അത് ചെയ്യത്തില്ല. കാര്യം എന്താണ്, ഒരു പേന എടുക്കണമെങ്കിൽ അമ്മ എനിക്ക് ആ പേന എടുത്ത് തരും എന്ന് പറയും അല്ലേ. ഇതാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. എൻ്റെ വീട്ടിലെ സ്ഥിതിയും ഇതാണിപ്പോൾ. എന്തെങ്കിലും ഒരു വെള്ളം വേണമെങ്കിൽ അമ്മ എനിക്ക് ഒത്തിരി ആ വെള്ളം എടുത്ത് തരൂ എന്ന് അവർ സ്വയം എടുക്കത്തില്ല. 2 വയസ്സായ കുട്ടികൾ ഈ യൂറോപ്യൻ കൺട്രീസുകളിലെല്ലാം കുട്ടികൾ സ്വയം പര്യാപ്തരാണ് ചെയ്യുന്നത്. അത് ഈ ഒരു മെത്തേഡിലാണ് അവർ കൊണ്ടുപോകുന്നത്. 2 വയസ്സായ കുട്ടികളെ കൊണ്ട് സ്കൂളിലാക്കുമ്പോൾ അവർ ടോയ്ലറ്റിങ് എന്താണെന്ന് പഠിക്കും. ഇപ്പോഴത്തെ കുട്ടികളും നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് ടോയ്ലറ്റിങ് ഒരു 10 വയസ്സായാലും 9 വയസ്സായാലും അവർക്ക് നമ്മൾ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളും ചെയ്തു കൊടുക്കും.
മിക്ക പാരൻസും അങ്ങനെയാണ്. ഈ ഞാൻ പോലും അങ്ങനെയായിരിക്കും. അവർ കുറച്ച് മുതിർന്നതിന് ശേഷമേ അവർ ടോയ്ലറ്റും കാര്യങ്ങളും ചെയ്യുള്ളൂ. എന്നാൽ അവർ ചെയ്യുന്ന കുട്ടികളും ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അപ്പം നമ്മൾ മോണ്ടിസോറി കഴിയുന്നതും ഞാൻ ഓപ്ഷൻ ചെയ്യുന്നത് മോണ്ടിസോറി സ്കൂളിൽ ആക്കുന്നതാണ് നല്ലത്. തീരെ കുഞ്ഞിലെ ചെയ്യുമ്പോൾ അവിടെ ടോയ്ലറ്റിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അവർ ജസ്റ്റ് കാണിച്ചു കൊടുക്കും. കുട്ടികൾ അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകും. ഞാൻ പോണ സ്കൂളിൽ ഈ കുട്ടികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. തനിയെ ഷൂസ് എടുത്തിടും, ഷൂ ലൈസ് കെട്ടും, ഇതെല്ലാം ആ കുട്ടി ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ ടവൽ വിരിച്ച് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ടിഫിൻ ബോക്സ് വെച്ച് ഫുഡ് കഴിക്കും. ഫുഡ് തറയിൽ പോവുമായിരിക്കും. എന്നിരുന്നാൽ അവർ സ്വയം അത് കഴിക്കുന്നത് കാണണം. അങ്ങനെ സ്വയം കഴിക്കും. നമ്മളാണെങ്കിൽ ഇപ്പോഴും കൊച്ചുങ്ങൾക്ക് അവരെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവർ സ്വയം ചെയ്തോളും. പിന്നെ ഇനി വരുന്നതെന്ന് പറയുന്നത് അവർ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടാവും. ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. കാര്യം എന്തുകൊണ്ട്? മൊബൈലാണ് അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു മെത്തേഡിലെന്ന് പറയുന്നത് അവർക്ക് കൂടുതലും നമ്മൾ ഈ കൊടുക്കുന്ന മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് അവർക്ക് ഈ കോൺസെൻട്രേഷൻ നല്ല പവർ കിട്ടും. അവർ ഇൻ്റലക്ച്വൽ പരമായിട്ട് ആലോചിക്കും, എന്താണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇനി എന്ത് പറയണം, എന്ത് പറയണ്ട എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ രീതികൾ, ഇതെല്ലാം അവർക്ക് ആ ഒരു ലക്ഷ്യബോധം ഉണ്ടാകും ഈ ഒരു മെത്തേഡിലോട്ട് പോകുമ്പോഴത്തേക്ക്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ പെൻസിൽ പിടിച്ചെഴുതും അല്ലേ, നമുക്ക് കുട്ടികൾ നമ്മളെ കൈ പിടിച്ച് തരുവാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ പെൻസിൽ നല്ല രീതിയിൽ കുഞ്ഞു കുട്ടിയൊക്കെയാണെങ്കിൽ ആ പെൻസിൽ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ പാടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അപ്പാരറ്റേഴ്സുകളുണ്ട്. ആ അപ്പാരറ്റേഴ്സുകൾ എടുത്ത് അവർ ആ കയ്യിൽ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഗ്രിപ്പ് കിട്ടും. അപ്പം അവർക്ക് അവരുടെ മൂവ്മെൻറ്റ്സ് കിട്ടും. ഇതെല്ലാം ഈ ഒരു മെത്തേഡിൽ കൊണ്ടുവരുന്നുണ്ട് മറിയ മോണ്ടിസോറി. ഈ ഒരു മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിൽ വളരെ വലിയൊരു യൂസ്ഫുള്ളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ ഫീബിൾ മൈൻഡായ കുട്ടികൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ. ആക്ടിവിറ്റീസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ഉണ്ട്, സെൻസോറിയൽ എക്സസൈസ് ഉണ്ട്, പിന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ എക്സസൈസ്, ലാംഗ്വേജ്, കൾച്ചറൽ എക്സസൈസ് നമുക്ക് പുറത്തുനിന്നൊക്കെ പോകുമ്പോഴത്തേക്ക് പല രീതിയിലും കുട്ടികൾക്ക് ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ പോകുന്ന കുട്ടികൾ നമുക്ക് കാണുമ്പോഴറിയാം ട്രഡീഷണൽ രീതിയിൽ പഠിച്ച കുട്ടികളാണോ മോണ്ടിസോറി രീതിയിൽ പഠിച്ച കുട്ടികളാണോ എന്ന് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ട്രഡീഷണൽ രീതിയിൽ പഠിച്ചതും മോണ്ടിസോറി രീതിയിലെ കുട്ടികൾ ഈ ടീച്ചേഴ്സ്മാരെ എടുത്താൽ തന്നെയും അറിയാൻ പറ്റും. ട്രഡീഷണൽ രീതിയിൽ പഠിച്ച ടീച്ചർമാരെയും മോണ്ടിസോറി രീതിയിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ്മാരെയും. മോണ്ടിസോറി പഠിപ്പിക്കുന്ന ടീച്ചർമാർ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒന്നും വേണ്ട, അവർ ഓൾമോസ്റ്റ് അവർക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്വയം കാണാതെ പഠിച്ചും അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു രീതി നമ്മളെ മോണ്ടിസോറി രീതിയിൽ കൊണ്ടുവരണ്ട. കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി അത് കുട്ടികൾ സ്വയം പര്യാപ്തതയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, ഇന്ന ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കുന്നത്, ഇത് പറഞ്ഞു കൊടുക്കും. പക്ഷേ മോണ്ടിസോറിയിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അവർ സ്വയമായിട്ട് എടുത്തുകൊണ്ട് വന്ന് എന്താണോ ചെയ്യേണ്ടത്, അപ്പം ആ ഒരു ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് മറ്റു കുട്ടിക്കും അതാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി ചെയ്തതിന് ശേഷമേ മറ്റു കുട്ടി എഴുതുക. കാരണം അവിടെയാണ് ആ കുട്ടിയുടെ പേഷ്യൻസ്, ക്ഷമ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ട്രഡീഷണലാണെങ്കിൽ എന്ത് പറ്റും? അവിടെ നമ്മൾ അടിയാവും, എനിക്കത് വേണം, അത് കിട്ടിയല്ലാതെ ആ കുട്ടി അടങ്ങത്തില്ല. അതേസമയം ഈ ഒരു മെത്തേഡിൽ കൂടുതലും പേഷ്യൻസ് ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടുന്ന അച്ചടക്കം, അങ്ങനെയുള്ള ശീലങ്ങൾ. അതിനാണ് നമ്മൾ ഈ
ഈ അപ്പാരറ്റസ് കൊടുത്ത് അത് അത്രയും ക്ഷമയോടെ ഇരുന്ന് ചെയ്യുന്ന ആ ഒരു കുട്ടി, അതിലൂടെ അവർക്ക് ക്ഷമ കിട്ടും, അവർക്ക് എന്താണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കിട്ടും. പിന്നെ എന്താണ് അതിലൂടെ ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റ് കിട്ടും, ഐ ഹാൻഡ് കോർഡിനേഷൻ കിട്ടും. ആ കണ്ണ് എവിടെയാണോ എത്തേണ്ടടുത്ത് അവിടെ തന്നെ എത്തിയിരിക്കും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അതേസമയം ട്രഡീഷണലിൽ വരുമ്പോഴത്തേക്കും ഈ രണ്ട് കുട്ടികളെ നമ്മൾ അടുത്തിരുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മറ്റു കുട്ടി മിണ്ടാതെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ട്രഡീഷണലാകുമ്പോൾ അങ്ങനെയല്ല. ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന രീതിയിൽ ടീച്ചർമാർ പറഞ്ഞു തരും, നമ്മളെല്ലാം കാണാതെ പഠിച്ച് അത് മാത്രമായിരിക്കും നമ്മളെ മൈൻഡിലുള്ളത്. അതിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ഒരു വിഷയം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ തന്നെ ഓരോ ടോപ്പിക്ക് തരും. ആ ടോപ്പിക്ക് തരുമ്പോഴും നമ്മൾ പോയി എന്ത് ചെയ്യും, ഫോണിൽ നോക്കുക, എല്ലാം സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് അത് ആലോചിച്ചായിരിക്കും പറയുന്നത്. അതിനപ്പുറം നമ്മൾ ആലോചിക്കത്തില്ല. അതുപോലെ അപ്പോൾ നമ്മുടെ മോണ്ടിസോറിയിലാകുമ്പോഴത്തേക്കും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരുന്നുണ്ട്. അവർ ആ ബ്രെയിൻ വെച്ച് ചിന്തിക്കും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമല്ലോ എന്നുള്ളത്. അവർ സ്വയമായിട്ടെല്ലാം ചെയ്യും, എല്ലാം എഴുതും. ഇതെല്ലാം ഈ ഒരു ബേസ്ഡ് കൊണ്ടുപോകുന്നുണ്ട്. ഇനി എന്ത് ചെയ്തിട്ടുള്ള കുറച്ച് അപ്പാരറ്റസുകൾ ഉണ്ട്. അതിൽ കുറച്ച് അപ്പാരറ്റസിൻ്റെ നെയിമുകളൊക്കെ ഞാൻ ഇത്തിരി മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പിങ്ക് ടവർ എന്ന് പറയുന്നത് ഓരോ ക്യൂബാണ് ആ സംഭവം. 10 ക്യൂബ് ഉണ്ട് അതിൽ നമുക്കിങ്ങനെ എന്താണ് അത് 1 2 3 ആയിട്ട് കൗണ്ട് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൗൺ സ്റ്റെയർസ്, അത് ഇതുപോലെ തന്നെയാണ്. അതെല്ലാം വുഡൻ മെറ്റീരിയലാണ്. അത് കുട്ടികൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുട്ടികളുടെ എന്താണ് കൗണ്ടിങ് ഏരിയ, അതിനാണ് സ്പിൻഡിൽ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കുട്ടികൾക്ക് 1 2 3 ഉണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് എടുക്കുമ്പോഴും ഈ മോണ്ടിസോറി മെറ്റീരിയൽ എടുക്കുന്നതിന് ഓരോ രീതിയുണ്ട്. അപ്പോൾ ഓരോ സ്റ്റിക്ക് എടുക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും. 1 എടുക്കുമ്പോഴും വലിയ ക്വാണ്ടിറ്റി ഇല്ല, 2 എടുക്കുമ്പോഴും അതിൻ്റെ അത്രയേ ഉള്ളൂ, 3 എടുക്കുമ്പോഴും അവരുടെ കൈ കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പോൾ 10 എത്തുമ്പോഴത്തേക്ക് അവരുടെ കൈ ആ ഒരു മെറ്റീരിയലിൽ നിന്ന് അങ്ങ് കൂടുതലായിട്ട് പോകും. അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവർ കൗണ്ടിങ് മനസ്സിലാവും. അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്, ഇതിനെയാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ അവർ മനസ്സിലാക്കി അങ്ങനെ അവർ 1 2 3 പഠിക്കും. അങ്ങനെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് അവർ പഠിക്കുന്നത്. ഈ ഓരോ അപ്പാർട്ടസ് ചെയ്യുമ്പോഴും അവർക്ക് ഇതിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. ഇതിൽ തന്നെ ലാംഗ്വേജ് ഇതെല്ലാം അവർ ഒത്തു പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു സ്കൂളിൽ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും പേഴ്സണൽ ക്വാളിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. പേഴ്സണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു ടീച്ചറിന് വേണ്ട ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. നമ്മുടെ ഈ കോൺവക്കേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ്മാർക്കൊക്കെ അത് അറിയാമായിരിക്കാം, അതെല്ലാം അവർ പഠിച്ചും കാണുമായിരിക്കും. പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഒരു ടീച്ചറിന് വേണ്ടുന്നത് അത്യാവശ്യം എന്താണ്, ക്ഷമ, പേഷ്യൻസ്. പിന്നെ എന്താണ്, സ്മൈലിംഗ് ഫേസ് വേണം. കുട്ടികൾ എന്തായിരിക്കണം, ടീച്ചേഴ്സ് എപ്പോഴും ആക്റ്റീവായിരിക്കണം അല്ലേ. നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ കുട്ടികൾ എന്തായിരിക്കും, ബോറായിരിക്കും. നമ്മളായാലും അങ്ങനെയല്ലേ, നമുക്ക് ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, ആ ടീച്ചർ നമുക്ക് എന്തായിരിക്കണം, ആ ടീച്ചറിനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവണം. എന്നാലേ നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കുള്ളൂ. ചില ടീച്ചർമാരോടും വരുമ്പോഴത്തേക്കും പക്ഷെ ആ ടീച്ചർ നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ആ ടീച്ചറിൻ്റെ സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പം അത് എന്ത് വേണം, നമ്മൾ കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കണം. എന്നാലേ കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടുകയേ ഉള്ളൂ, ആ ഒരു സബ്ജക്റ്റ് പഠിക്കത്തുള്ളൂ. അതാണ് പേഴ്സണൽ ക്വാളിഫിക്കേഷൻ. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ ക്വാളിഫിക്കേഷൻ ഡിഫറെൻറ്റ് കൺട്രീസുകളിൽ ഡിഫറെൻറ്റ് മെത്തേഡിലായിരിക്കും ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നത് ചെയ്യുന്നത്. ഓരോ ടീച്ചേഴ്സിനും ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. മോണ്ടിസോറിയിലായിരുന്നാലും ഓരോ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഇവർക്കിപ്പം നമ്മൾ ഒരു രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്,
പക്ഷെ അത് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ ആ കുട്ടി ആ അപ്പാരറ്റസ് എടുത്ത് ചെയ്യുന്നത്. അതിന് നമ്മൾ യാതൊരു തെറ്റും വിചാരിക്കേണ്ട. അത് അവർക്കൊരു ചോയ്സ് ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കും. അവർ ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നത് നമ്മൾ അതൊന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. മറിയാം മോണ്ടിസോറി ഈ ഒരു മെത്തേഡിൽ അവർ ഒബ്സർവ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്ക് മറിയാം മോണ്ടിസോറി കുട്ടികളെന്ന് പറഞ്ഞ ജീവനാണ്. അവരൊരു ഡോക്ടറായിരുന്നു. അവർ ഇതെല്ലാം മാറി അവർ എന്താണ് കുട്ടികളെ ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് അവർ ഇറ്റലിയിൽ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, അവരാണ് ഫസ്റ്റ് വുമൺ ആയിട്ട് വന്നത്, ഒരു ടീച്ചറായിട്ട് വന്നത്. പിന്നെ അവിടെ ഭയങ്കര എതിർപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർ അതിൽ നിന്നെല്ലാം വിജയിച്ച് ഈ ഒരു രീതിയിൽ സമ്പ്രദായം കൊണ്ടുവന്നു. പിന്നെ അവർ ഒരുപാട് ഇന്റർനാഷണൽ അവാർഡൊക്കെ അവർക്ക് കിട്ടിയായിരുന്നു. ഈ ഗുഡ് മോർണിംഗ്. മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സിനെ കുറിച്ച് എന്താണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണ് എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും മോണ്ടിസോറി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. ഇത്രയും നാൾ കേട്ടിട്ടില്ല എല്ലാവരും മോണ്ടിസോറി. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മോണ്ടിസോറി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും ഇല്ല. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെ ബോർഡുകളുണ്ട് എല്ലായിടത്തും, മോണ്ടിസോറി ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ന സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ട് മോണ്ടിസോറി ടീച്ചർ സ്കൂൾ എന്നുള്ള, മോണ്ടിസോറി സ്കൂൾ എന്നുള്ള രീതിയിൽ സ്കൂളുകളിലൊക്കെ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മോണ്ടിസോറി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറിയാണ് മോണ്ടിസോറി മെത്തേഡിൻ്റെ ഫോമർ എന്ന് പറയുന്നത്. ഡോക്ടർ മരിയ മോണ്ടിസോറിയാണ്. മാം ഒരു ഡോക്ടറായിരുന്നു, പീഡിയട്രീഷ്യനായിരുന്നു. മാം ആ ഒരു ഫീൽഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് ഇറങ്ങിച്ചെല്ലുകയും ഒരു പുതിയൊരു മെത്തേഡ് തന്നെ ഫോം ചെയ്യുകയും ചെയ്തത്. കാരണം ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ വിറ്റ്നസ് ആയ ഒരു വ്യക്തിയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. അപ്പോൾ മാം അതൊക്കെ വിറ്റ്നസ് ആയപ്പോൾ തന്നെ അവിടെയുള്ള ലോകത്തിൻ്റെ അവസ്ഥകൾ, ജനങ്ങളുടെ അവസ്ഥ, എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ മാമിന് കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു വേൾഡ് വാർ ഉണ്ടാകരുത്, അപ്പോൾ അതിന് ഇനി നമ്മുടെ ന്യൂ ജനറേഷൻ അതിന് വേണ്ടി ശ്രമിക്കണം, അവരതിനെക്കുറിച്ച് തിങ്ക് ചെയ്യണം. ഒരു ലോകമഹായുദ്ധങ്ങൾ ഓരോന്നും ഉണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ലോകത്തിൻ്റെ അവസ്ഥകൾ അത് മുൻകൂട്ടി ഓരോരുത്തരും മനസ്സിലാക്കണം, ന്യൂ ജനറേഷൻ അത് മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ മെത്തേഡ് തന്നെ ഫോം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അത് എങ്ങനെയെങ്കിലും ഫോം ചെയ്തിട്ട് കാര്യമില്ല, ഒരു ലേണിങ്ങിലൂടെ മാത്രമേ ഈ ഒരു മെത്തേഡ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലേണിംഗ് മെത്തേഡിലൂടെ ഇങ്ങനെ ഒരു പുതിയ ലേണിംഗ് മെത്തേഡ് ഫോം ചെയ്യാൻ പറ്റും, അത് ലേണിങ്ങിലൂടെ കൊണ്ടുവരാം എന്ന് തിങ്ക് ചെയ്തുകൊണ്ട് ഡോക്ടർ മരിയ മോണ്ടിസോറി മെത്തേഡ് എന്ന ഒരു മെത്തേഡ് ഫോം ചെയ്തു. അപ്പോൾ മോണ്ടിസോറി മെത്തേഡിലൂടെ മാം കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ ഓരോ പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. അപ്പോൾ മാം കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയും അവരിലുണ്ടാകുന്ന സെൻസസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മാം അവിടെ ഒബ്സർവ് ചെയ്തു. ഓരോ കുട്ടികളെ അവരുടെ സെൻസ് ഓർഗൻസ് എത്രത്തോളം, ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ അവരുടെ സെൻസ് ഓർഗൻസ് ആണ് അവരുടെ ലോകത്തെക്കുറിച്ച്, അവരുടെ എൻവയോൺമെൻറ്റിനെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത് അവരുടെ 5 സെൻസ് ഓർഗൻസിലൂടെയാണ്. ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അവർ വ്യത്യസ്തം, ഇത്രയും നാൾ ഉണ്ടായിരുന്നൊരു അനുഭവമല്ല, വേറൊരു എക്സ്പീരിയൻസിലോട്ടാണ് അവർ വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം അവർ നേടിയെടുക്കുന്നത് അവരുടെ 5 സെൻസ് ഓർഗൻസിലൂടെയാണ്. അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും മണത്തും രുചിച്ചും ഒക്കെ അവർ ഓരോ കാര്യങ്ങൾ സ്വയം പഠിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവർ ആ ഒരു പഠിച്ചെടുക്കുന്നതിൽ മുതിർന്നവരുടെ സഹായം വളരെയധികം ഉണ്ട്. എങ്കിൽ പോലും കുട്ടി സ്വയം അവരുടെ സെൻസ് ഓർഗൻസ് സ്വയം അവർ ഡെവലപ്പ് ചെയ്ത്, അവർ ഒബ്സർവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ലോകത്തെ ഓരോ കാര്യങ്ങളും അവർ സ്വയം മനസ്സിലാക്കിയെടുക്കുകയും അമ്മ, അച്ഛൻ, അങ്ങനെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, ലാംഗ്വേജ്, അതുപോലെ തന്നെ മറ്റ് ചുറ്റുപാടിൽ നിന്ന് ഓരോ കാര്യങ്ങളും അവർ അത്രത്തോളം അത് മനസ്സിലാക്കിയെടുക്കുന്നത് അവരുടെ സെൻസ് ഓർഗൻസ് വെച്ചാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഈ സെൻസസ് സ്വയം ഡെവലപ്പ് ചെയ്യണം എന്നും അത് ലേണിങ്ങിലൂടെ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാം
ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഫോം ചെയ്തുകൊണ്ട് മാം വുഡിൽ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് ഫോം ചെയ്തുകൊണ്ട് ഈ ഒരു മെത്തേഡ് തന്നെ അവിടെ എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. എന്നതിന് ശേഷം 1907 മാം കാസാഡി ബാമ്പിനി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യുകയും അവിടെ സ്ട്രീറ്റിലുള്ള കുട്ടികളെയാണ് മാം എന്ത് ചെയ്തു, കാരണം സ്ട്രീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആ ഒരു സ്ട്രീറ്റിലെ കുട്ടികൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയിൽ നിന്ന് മാം എന്ത് ചെയ്യുന്നു, കുട്ടികളെ കളിച്ച് വളർന്ന് അങ്ങനെ നടക്കുന്നൊരു കുട്ടികളാണ്. അവിടെ എഡ്യൂക്കേഷനെ കുറിച്ച് യാതൊരു അറിവൊന്നും ആ ഏരിയയിലില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ മാം വിളിച്ചുകൊണ്ട് വന്നു. ഈ പറഞ്ഞ കാസാഡി ബാമ്പിനിയിൽ മാം കൊണ്ടുവരികയും അവർക്ക് താൻ ചെയ്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അവരുടെ കയ്യിൽ എന്ത് ചെയ്യുക, അവർക്കത് കൊടുക്കുകയും ആ മെറ്റീരിയൽസ് കൊടുത്തിട്ട് മാം മിണ്ടാതിരിക്കുകയല്ല ചെയ്ത, ഓരോ കുട്ടികളെയും മാം ഒബ്സർവ് ചെയ്തു. ഈ പറഞ്ഞ മെറ്റീരിയൽസ് കുട്ടികൾ എത്രത്തോളം അവർ മെറ്റീരിയൽസ് കൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് എത്രത്തോളം അവിടെ ഡെവലപ്മെൻറ്റ്സും അവരിൽ കോൺസെൻട്രേഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവരിൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് മാം അവിടെ ഒബ്സർവ് ചെയ്യുകയും അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ മാം അവരിൽ കണ്ടു. അവരുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതും സെൽഫ് ഡിസിപ്ലിൻ അവരുണ്ടാക്കിയെടുക്കുന്നതും അങ്ങനെ ഒത്തിരി നല്ലതായ ഗുണങ്ങൾ അവരിൽ ഉണ്ടാവുകയും അത് മാം മാത്രമല്ല അത് മനസ്സിലാക്കിയെടുത്തത് അവരുടെ വീട്ടിലായാലും ആ ലോകം തന്നെ അവരുടെ ചുറ്റുപാടിലുള്ളവരും കാസാഡി ബാമ്പിനി പോയ കുട്ടികൾക്കുണ്ടായ മാറ്റം എത്രത്തോളം വന്ന് സമൂഹവും ലോകവും മൊത്തം എന്ത് ചെയ്തു, ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് അങ്ങനെ ലോകം മൊത്തം അറിയുകയും മാമിൻ്റെ മെത്തേഡ് ലോകം മൊത്തം ഫ്ലറിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു. മാം ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുകയും മാമിൻ്റെ മെത്തേഡ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് മെത്തേഡ് അവിടെ എല്ലാം ഫ്ലറിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അങ്ങനെ മാമിൻ്റെ മെത്തേഡ് ഇന്ത്യയിലും എത്തിപ്പെട്ടു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലും എത്തിപ്പെടുകയുണ്ടായിട്ട് നമുക്ക് പക്ഷേ ഇന്ന് കേരളത്തിലോട്ടൊക്കെ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് അതിനെക്കുറിച്ച് മോണ്ടിസോറി മെത്തേഡ് വെച്ച് ഉള്ള പഠനം വളരെയധികം പ്രയോജനകരമായിട്ടുള്ളൊരു രീതി തന്നെയാണ്. ഓരോ കുട്ടികളെയും മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് അവർ ഓരോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു കുട്ടി ജനിച്ച് വീഴപ്പോൾ തന്നെ അവർക്ക് ഡെവലപ്മെൻറ്റ്സും ഗ്രോത്തും ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു കുട്ടിയുടെ ഗ്രോത്ത് എന്താണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി അവൻ്റെ ഏജ് നോക്കി അല്ലേ, അവരുടെ പൊക്കവും തൂക്കമൊക്കെ വെച്ച് നമ്മളൊരു കുട്ടിയെ കാണുമ്പോഴത്തേക്ക് മോന് എത്ര വയസ്സായി, LKG പഠിക്കുന്നോ UKG പഠിക്കുന്നോ 10 വയസ്സായോ എന്ന് നമുക്ക് ഗ്രോത്ത് നമുക്ക് അവരുടെ സ്ട്രക്ചർ കണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ആണെന്ന് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അവരുമായിട്ട് മിങ്കിൾ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ഓരോ ഡെവലപ്മെൻറ്റ്സും എത്രത്തോളം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരിലുണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെ എല്ലാ ഡെവലപ്മെൻറ്റ്സും സോഷ്യൽ ഡെവലപ്മെൻറ്റ്സ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ്സും കുട്ടികളിൽ എത്രത്തോളം ഉണ്ട്, അവരിൽ എത്രത്തോളം ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ്സ് അവർ ഓരോ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരിലുണ്ടാകുന്ന വികാസങ്ങൾ എത്രത്തോളമാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ്സ് കുട്ടികളിൽ ആ കുട്ടികളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്താൽ മാത്രമേ ഈ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളമാണെന്ന് അവരിൽ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഡോക്ടർ മരിയ മോണ്ടിസോറി കുട്ടികളിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അവരുടെ ആ ഏജിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ തയ്യാറാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിലൂടെ അവരിലുണ്ടാകുന്ന അത് ഒരു 6 വയസ്സ് വരെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവലൊക്കെ കുറവാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ഒരു കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ LKG UKG ഒക്കെ നമ്മൾ കുട്ടികളെ ആ ഒരു ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ആ ഒരു ടീച്ചറിൻ്റെ കഴിവാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ നമ്മളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം കുട്ടികളിൽ കോൺസെൻട്രേഷൻ ലെവൽ കുഞ്ഞു വയസ്സിൽ അവർക്ക് ഇല്ല. അവർ ഏറ്റവും കൂടുതൽ അവർ പ്ലേയിലും അവർ ഒരു കാര്യത്തിൽ തന്നെ ചെയ്തിട്ട് പിന്നെ അടുത്ത കാര്യത്തിലോട്ട് പോകും. അങ്ങനെയുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ലെവലിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഈ പറഞ്ഞ ഡോക്ടർ മരിയ മോണ്ടിസോറി മെത്തേഡിലൂടെ കഴിഞ്ഞു. മാം 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ അപ്പാരറ്റസ് മെറ്റീരിയൽസ് മാം അവരുടെ കയ്യിൽ കൊടുക്കുകയും അപ്പോൾ ആ കുട്ടികളിലുണ്ടാകുന്ന ഒരു അപ്പാരറ്റസ് ഇപ്പം പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഒരു നേരത്തെ സിമി ടീച്ചർ പറഞ്ഞതുപോലെ എന്താണ് സ്ക്യൂസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 2 ബൗളെടുത്ത് വെച്ചിട്ട് അവരിൽ ഒരു ബൗളിൽ വെള്ളം കൊടുത്തിട്ട് സ്പോഞ്ചും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ആ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വാട്ടർ മറ്റൊരു ബൗളിലേക്ക് എന്ത് ചെയ്യും, അവർ മാറ്റിയെടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കുട്ടി ചെയ്യപ്പോഴത്തേക്ക് കുട്ടികളിൽ എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ്, അവിടെ കുട്ടി ചുമ്മാ കളിക്കാൻ മാത്രമല്ല, ആ ഒരു മെറ്റീരിയൽസ് വെച്ച് അവർ ചുമ്മാ കളിക്കുകയും ടൈം കളയുകയും ചെയ്യുകയല്ല. അപ്പോൾ ആ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സ്
ആ ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളമാണ്, അവരിലുണ്ടാകുന്ന കോൺസെൻട്രേഷൻ ലെവൽ എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ചാണ് അവിടെ ഡോക്ടർ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുകയും ഈ മെത്തേഡിലൂടെ കൊണ്ടുവരികയും ചെയ്തത്. ഓരോ മെറ്റീരിയൽസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട് കുറച്ച് മെറ്റീരിയൽസ് മാം തയ്യാറാക്കി. അതുപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് മെറ്റീരിയൽസ് മാം വുഡിൽ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പോലുള്ള മെറ്റീരിയൽസ്, അതായത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സൊക്കെ മാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഓരോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിലും അവർ എന്ത് ചെയ്ത് ട്രേസ് ചെയ്ത് അവർ ആ ലെറ്റർ അത് സ്വയം മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഫിംഗർ വെച്ച് ട്രേസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ലെറ്റർ അവിടെ മനസ്സിലാക്കി എടുത്തിട്ട് അത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവിടെ വായിക്കുകയാണ് ചെയ്യുന്നത്, പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായാലും മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് ഓരോ മാത്തോളം അവരിൽ എത്തിക്കുന്നതിന് വേണ്ടി കൗണ്ട് ചെയ്യാനും നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുമൊക്കെ മാം അവിടെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഓരോ മെറ്റീരിയൽസും അവർ യൂസ് ചെയ്ത് അവർ സ്വയം അതിനെക്കുറിച്ച് എന്ത് ചെയ്തു, അത് മനസ്സിലാക്കിയെടുക്കുകയും അവർക്ക് അതിനനുസരിച്ച് അവരിൽ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യുകയും അവരിൽ ഫിസിക്കൽ പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ മസിൽ ഡെവലപ്മെൻറ്റ്സ് ആയാലും ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റ്സ് ആയാലും ഒക്കെ ഉണ്ടാകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് ചെയ്യപ്പോഴും കുട്ടി ഇതിലൂടെ നേടിയെടുക്കുന്നു. അങ്ങനെ ഓരോ മെറ്റീരിയൽസ്, ഇപ്പോൾ സെൻസോറിയൽ ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞ് സെൻസസ് കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസും മാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇയർ ആയാലും ഐസ് ആയാലും അവർ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നതിനാവശ്യമായ എല്ലാ മെറ്റീരിയൽസും സെൻസോറിയൽ പരമായിട്ടും മാം എന്ത് ചെയ്തു, ഈ പറഞ്ഞ മോണ്ടിസോറി മെത്തേഡിൽ മാം ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ചുമ്മാ കുട്ടികൾ ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരിൽ എത്രത്തോളം അവരിൽ ഓരോ ഡെവലപ്മെൻറ്റ്സ് അവർക്ക് ഉണ്ടാകുന്നു. അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, ഒരു കുട്ടിക്ക് ഫ്യൂച്ചറിൽ അവർക്ക് ഒരു കുഞ്ഞു കുട്ടി, ഒരു 2 വയസ്സോ 3 വയസ്സായ ഒരു കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കോർഡിനേഷനാണ് അവർക്ക് ലഭിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഡോക്ടർ മരിയ മോണ്ടിസോറി ആണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്ത് അവരിൽ എത്രത്തോളം ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ്സ് ഓരോന്നും ഉണ്ടെന്നുള്ളത് ഒരു മോണ്ടിസോറി ടീച്ചറിന് മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്നതിലൂടെ ഒരു മോണ്ടിസോറി ടീച്ചറിന് അറിയാം അവർക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ ലെവൽ ഉണ്ട്, എത്രത്തോളം കോൺസെൻട്രേഷൻ ലെവൽ ഉണ്ടായിരിക്കും, ഐ ഹാൻഡ് കോർഡിനേഷൻ അവർക്ക് എത്രത്തോളം ഉണ്ടായിരിക്കും, അവരുടെ ഫിംഗർ മസിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഏജിൽ ഫിംഗേഴ്സ് വെച്ച് അവർ പെൻസിൽ ഉപയോഗിച്ച് എഴുതുമ്പോൾ അവരുടെ ഫിംഗേഴ്സിനൊക്കെ അതിനനുസരിച്ചുള്ള കോർഡിനേഷൻ ഉണ്ടോ, മസിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ഒരു മോണ്ടിസോറി കഴിഞ്ഞൊരു അധ്യാപികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അവരാണ് മോണ്ടിസോറി കോഴ്സിലൂടെ അവർ ഓരോരുത്തരും പ്രാക്ടിക്കൽ ലെവലിലൂടെ അവർ മോണ്ടിസോറി ലാബിലൂടെ അപ്പാറ്റസിലൂടെ അവർ പഠിച്ചു കഴിഞ്ഞത്. ഓരോ മെറ്റീരിയൽസ് അവർ ഉപയോഗിക്കും തോറും കുട്ടിക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, ആ മെറ്റീരിയൽസ് കുട്ടിക്ക് കൊടുത്തപ്പോൾ അതിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ അത് എത്രത്തോളമാണെന്ന് കുട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മോണ്ടിസോറി ടീച്ചറും അത് ചുമ്മാ ചെയ്യുകയല്ല ചെയ്യുന്നത്, അപ്പാരറ്റസ് അവരത് ആ ഹാൻഡ് വെച്ച് അവർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ എന്ത് ചെയ്തത്, സ്കൂളിലോട്ട് എത്തപ്പെടുത്തേക്ക് ആ മെറ്റീരിയൽസിനെ കുറിച്ച് അവർ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാകുന്നത്. മെറ്റീരിയൽസ് ചുമ്മാ നോക്കിയല്ല ചെയ്യുന്നത്, അവർ ഓരോ മെറ്റീരിയൽസ് ഓരോ അപ്പാറ്റസും അവർ അതിനനുസരിച്ച് മോണ്ടിസോറി ലാബുണ്ട്. അപ്പോൾ ആ ലാബിൽ ഒത്തിരിക്കുന്ന പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ആയാലും സെൻസോറിയൽ ആയാലും ലാംഗ്വേജ് പരമായിട്ടുള്ള മെറ്റീരിയൽസ് ആയാലും ഒക്കെ അവർ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് മനസ്സിലാക്കി കുട്ടികളെ എങ്ങനെയാണോ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇവിടെ മോണ്ടിസോറി ലാബിലൂടെ ഓരോ കുട്ടികളും നേടിയെടുക്കുന്നുണ്ട്. നേടിയെടുക്കുക മാത്രമല്ല ഓരോ മെറ്റീരിയൽസും എന്താണ് എയിം ചെയ്തിരിക്കുന്നത്, കുട്ടികളിൽ എത്രത്തോളം അത് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള നോളജും അവർക്ക് കിട്ടുകയും അതുകൊണ്ട് തന്നെ അവരിവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ സ്കൂളിൽ ചെല്ലപ്പോഴത്തേക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അവർ കുട്ടികളിൽ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചും ഓരോ മെറ്റീരിയൽസ് ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡുള്ള സ്കൂളിലാണ് പോകണമെങ്കിൽ പോലും കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് എത്രത്തോളമാണ്, അവരുടെ ഫിംഗേഴ്സ് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഫിംഗേഴ്സ് അല്ലേ, അപ്പോൾ ഒരു പെൻസിൽ പിടിക്കാനുള്ള സ്കിൽ അവർക്കുണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർ മരിയ മോണ്ടിസോറി ആണെങ്കിൽ 2 വയസ്സ് വരെ കുട്ടികളിൽ ഫിംഗേഴ്സ് മസിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നതിന് ആവശ്യമായ അവിടെ ഉള്ള ആ ഒരു ആക്ടിവിറ്റിയാണ് ഈ പറഞ്ഞ മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ അവിടെ കൊടുത്തത്. ഒരു 2 വയസ്സ് 3 വയസ്സായ കുട്ടിക്ക് ഒരിക്കലും കോൺസെൻട്രേഷൻ, നമ്മൾ ഒരു ടീച്ചർ ഒരു പാട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കതിൽ ഒരു 2, 3, 5, 10 പ്രാവശ്യം അത് പാടി കൊടുക്കപ്പോഴേക്കും ചിലപ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാകുന്നത്. അവർക്ക് ഉടനടി നമ്മളൊരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കപ്പോഴത്തേക്ക് അത് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് ഈ ഏജിലുള്ള കുട്ടികൾക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒക്കെ മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നതിലൂടെ ഒരു ടീച്ചർ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എന്താണ് മോണ്ടിസോറി മെത്തേഡിലൂടെ
നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി അറിയാം, ശിശു മനഃശാസ്ത്രം. ഇപ്പോൾ സൈക്കോളജി എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു ടീച്ചറായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലേണിംഗ് മാത്രം നടത്തുക എന്നുള്ളതല്ല ഒരു ടീച്ചറിൻ്റെ. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ 20 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും അവർ പൂർണ്ണമായി അവരെ മനസ്സിലാക്കുക. അവരുടെ ഏജ് എന്താണ്, ഏജിനനുസരിച്ച് ഓരോ കുട്ടികളും അവർ കാണിക്കുന്ന ഓരോ അവരുടെ ഡെവലപ്മെൻറ്റ്സ്, ഗ്രോത്ത് എല്ലാം എത്രത്തോളമാണെന്നൊരു ടീച്ചർ മനസ്സിലാക്കുകയും, അവർ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പ്രകൃതം ആയിരിക്കില്ല, ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ വേറൊരു ക്യാരക്ടറായിരിക്കും, അവിടെ ഉള്ളതായിരിക്കില്ല ഇവിടെ ഉള്ളത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അവരെ തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും മനസ്സിലാക്കി, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആയാലും മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് ആയാലും തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള സ്കില്ലുണ്ട്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ട്, മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഇമോഷൻസ്, മറ്റു കുട്ടികളുടെ എന്താണ് ഇമോഷൻസ്, അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഇമോഷൻസ് ആർക്കും ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ആ ഇമോഷൻസ് എത്രത്തോളം അവരിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്സ് മറ്റു കുട്ടികളുമായിട്ട് എത്രത്തോളം മിങ്കിൾ ചെയ്യാനുള്ള കഴിവ് ഓരോരുത്തർക്കും ഉണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഒരു കുട്ടിക്കുണ്ട്, അതെല്ലാം നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. ഇതെല്ലാം ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ ഓരോ ടീച്ചേഴ്സ് മോണ്ടിസോറി മെത്തേഡിലൂടെ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലൂടെ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഹെൽത്ത് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കണം. അത് അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിരിക്കാനുള്ള കഴിവ് ഒരു ടീച്ചറിനുണ്ടായിരിക്കണം. അപ്പോൾ അവരുടെ ഹെൽത്ത്, അവരുടെ ഓരോ ഏജിനനുസരിച്ച് അവരിലുണ്ടാകുന്ന ഹെൽത്ത് പരമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ഓരോ പ്രായത്തിലും ഏജിനും ഏതനുസരിച്ച് ന്യൂട്രീഷൻസ്, എന്തൊക്കെയാണ് ഈ ന്യൂട്രീഷൻസ്, എന്തൊക്കെ ന്യൂട്രീഷൻസ് കഴിക്കണം, അവരുടെ ഫുഡിൽ ഏതൊക്കെ അടങ്ങിയിരിക്കണം, എന്തൊക്കെ വേണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ എത്രത്തോളം, ഒരു 3 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ എത്രത്തോളം അവർക്ക് അത് ഇമ്പോർട്ടൻസ് ആണ്, അതിനെക്കുറിച്ചും ആ ഒരു ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ ഷെഡ്യൂളിനെ കുറിച്ചും, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ വൈകായിക വന്നു പോയാൽ പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ, ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഒക്കെ ഒരു ടീച്ചറ് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ ഈ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിൽ ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്നുണ്ട് കുട്ടി. അതുപോലെ തന്നെ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും നമുക്കിതിലൂടെ പഠിക്കാനുണ്ട്. ഇപ്പോൾ സ്കൂൾ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂൾ തുടങ്ങാം. അപ്പോൾ ആ സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്ക് ചുമ്മാ സ്കൂൾ തുടങ്ങിയിട്ട് കാര്യമില്ല. ഒരു സ്ഥലം കണ്ടുപിടിക്കപ്പോഴായാലും ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കപ്പോഴായാലും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റൂല. നമ്മളൊരു വീട് വെക്കണമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റൂല. നമുക്ക് അതിൻ്റേതായ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും നമ്മൾ അതിൻ്റേതായ പെർമിഷൻ എടുക്കുകയും, ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് റോഡിൽ നിന്നാണെങ്കിൽ എത്ര മീറ്റർ വീടണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെയാണ് ഒരു സ്കൂൾ തുടങ്ങുമ്പോഴും എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ അനുസരിച്ചുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കപ്പോഴായാലും അതെങ്ങനെ ആയിരിക്കണം, എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ളതെങ്ങോ ആവരുത്. അപ്പോൾ സ്ഥലവും കെട്ടിടവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു സ്കൂളിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, യൂണിഫോമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതിനെല്ലാം തന്നെ ഈ സ്കൂൾ ഓർഗനൈസേഷൻ എന്ന സബ്ജക്റ്റിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഗ്രാമർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുക്കുന്നുണ്ട്. തിയറി ബേസ് ചെയ്ത് എക്സാം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുക്കുന്നവർക്ക് എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെയും എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്ത ആരൊക്കെയാണ് അവരുടെ കുറിച്ചെല്ലാം അവരുടെ ഓരോ തത്വചിന്തകളും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്പാറ്റസിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനും നമ്മളിവിടെ മനോഹരമായിട്ട് തന്നെ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ അവർക്ക് പോയി ഒരു കുറച്ച് ദിവസമെങ്കിലും ടീച്ചറായിട്ട് നിൽക്കാനുള്ള അവസരവും ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരിവിടെ നിന്ന് പഠിച്ചിറങ്ങി ഉടനെ തന്നെ കുറച്ച് ദിവസമെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചർ എന്നുള്ള അവരുടെ ആ എയിം സാക്ഷി എന്താണ് ടീച്ചർ എന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒരു സ്കൂളിൽ ചെല്ലപ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അവർക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്ന കടമ്പയിലൂടെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുള്ളൊരു കോഴ്സാണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. ഓക്കെ, താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. 2025-26 അധ്യയന വർഷം യുടെക് ടീച്ചർ ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നും പാസ് ഔട്ടായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങായ കോൺവൊക്കേഷൻ സെറമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സൗരഭ്യം ചൊരിയുന്ന മോണ്ടിസോറി അധ്യാപന രംഗത്തെ പുതിയ താരങ്ങളായി, ഭാവി പ്രതീക്ഷയുടെ ദീപനാളമായി വിശുദ്ധ കുഞ്ഞു മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങാനും അതുവഴി കുഞ്ഞുങ്ങളുടെയും രക്ഷകർത്താക്കളുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും കുഞ്ഞുങ്ങളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിദ്യാലയത്തിൽ നിന്നും നിങ്ങൾ നേടിയെടുത്ത അറിവും അനുഭവവും സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താനും ദിശാബോധമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ വളർത്തിയെടുത്ത അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഇത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. നിങ്ങളുടെ പ്രയാണം സമൂഹ നന്മയ്ക്കും കുഞ്ഞു മനസ്സുകളുടെ സന്തോഷത്തിനും അറിവിൻ്റെ വെളിച്ചമായി സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും തിരുനാളമായി അനസ്യൂതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്നേഹ, ഫാത്തിമ, പാർവതി എന്നിവരെ ക്ഷണിക്കുന്നു. നന്ദി. അടുത്തതായി സ്വാഗതമാണ്. സ്വാഗത പ്രസംഗത്തിനായി ആദരണീയനായ യുടെക് പ്രിൻസിപ്പൽ ശ്രീ അനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി ധന്യ നാരായണൻ, വിശിഷ്ടാതിഥി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ശ്രീമതി ഇന്ദിര രവീന്ദ്രൻ, സെൻട്രൽ മാനേജർ ശ്രീ സുധാകരൻ സാർ, യുടെക്കിൻ്റെ ഫാക്കൽറ്റീസ്, മറ്റ് യുടെക് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ട്രെയിനീസ്, സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, 2025-26 ട്രെയിനീസിൻ്റെ കോൺവൊക്കേഷൻ സെറമണിയാണ് ഇന്നിവിടെ നടക്കുന്നത്. മോണ്ടിസോറിയെക്കുറിച്ച് പറയുമ്പോൾ, മോണ്ടിസോറിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ചാൻസസ് ഉള്ള കോഴ്സാണ്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും. അതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാം, കൺസൾട്ടൻ്റ് ആകാം. അപ്പോൾ ഇത്രയും സാധ്യതകൾ ഉള്ളതാണ് മോണ്ടിസോറി കോഴ്സ്. 2026 പ്രത്യേകത എന്ന് പറയുന്നത് യുടെക്കിൻ്റെ 30ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. യുടെക്കിൻ്റെ 30ാമത് വാർഷികത്തിൻ്റെ ലോഗോ പ്രകാശനം ന്യൂഡൽഹിയിൽ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു കയ്യടി എല്ലാവർക്കും കൊടുക്കാം. 30ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിൻ്റെ തുടർന്നുള്ള വിജയത്തിനും ഒരു വർഷം ആഘോഷ പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടർന്നുള്ള വിജയത്തിന് വേണ്ടി നമുക്ക് ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കാം എല്ലാവർക്കും. ഈ ആശംസകൾ സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ അധ്യക്ഷ, യുടെക്കിൻ്റെ പാർട്ണർ
ശ്രീമതി ധന്യ നാരായണൻകുട്ടിയാണ്. മാഡത്തിനെ ഞാൻ യൂടെക്കിൻ്റെ പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ വിശിഷ്ടാതിഥി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ശ്രീമതി ഇന്ദിര രവീന്ദ്രൻ. മാഡത്തിനെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ പേരിലും യൂടെക്കിൻ്റെ പേരിലും സ്വാഗതം ചെയ്യും. മാഡത്തിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. മാഡം 1989 മുതൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഹൈക്കോടതിയിലും കേരളത്തിലെ വിവിധ ജില്ലാ കോടതികളിലും. 2022 മുതൽ വനിതാ കമ്മീഷൻ അംഗമാണ്. സംസ്ഥാന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അംഗമാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡ് എന്നിവയിൽ അംഗമായിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലയേഴ്സിൻ്റെ ദേശീയ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരുന്നു. ഇപ്പോൾ കേരള വനിതാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. NE ബൽറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഫാമിലിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിലെ വക്കീലാണ്, ശ്രീമാൻ B. രവീന്ദ്രൻ പിള്ളൈ. മാഡത്തിന് 2 മക്കളാണുള്ളത്. മകൻ എറണാകുളത്ത് റിനൈ മെഡി സെൻറ്ററിൻ്റെ മെഡിസിറ്റിയിലെ ഓങ്കോളജി ഡോക്ടറാണ്. മകൾ അഡ്വക്കേറ്റ് ദേവിശ്രീ, ഗവൺമെൻറ് പ്ലീഡറാണ് ഹൈക്കോടതിയിൽ. മാഡത്തിന് ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്യും. ചെയ്യാനുള്ളത് നമ്മുടെ സെൻട്രൽ മാനേജർ സുധാകരൻ സാറിനെയാണ്. സുധാകരൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യൂടെക് ഫാക്കൽറ്റീസിനെ, യൂടെക് മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെയും ഇപ്പോൾ കഴിഞ്ഞവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെയും സുഹൃത്തുക്കളെയുമാണ്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് കവർ ചെയ്യാനെത്തിയ ക്യാമറാമാൻമാർ, ടെക്നീഷ്യൻസ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2026 നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ശ്രീ അനിൽകുമാർ സർ, അടുത്ത ചടങ്ങ് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ആദരണീയായ യൂടെക് മാനേജിംഗ് പാർട്ണർ ശ്രീമതി ധന്യ മാഡത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ആദരണീയയായ വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഇന്ദിര മാഡം, ബഹുമാന്യരായ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, മറ്റു സുഹൃത്തുക്കളെ, ഇന്ന് ഈ പ്രൗഢമായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു ഭാവി അധ്യാപകരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഒരു യുവതലമുറ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മനസ്സുകളാണ്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. കുഞ്ഞു മനസ്സുകളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? അമ്മമാരൊക്കെയാണ് ഇതിൽ കൂടുതൽ പേരും അമ്മമാരുണ്ട്. അപ്പോൾ അവർക്കറിയാം. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരമ്മ ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അമ്മമാരാണ്. അത് കഴിഞ്ഞ് പിന്നെ അധ്യാപകരാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അച്ഛനമാർ. എന്നാലും അച്ഛന്മാരുണ്ട്. 85% അമ്മമാരാണ് കൂടുതൽ കുട്ടികളെ ആദ്യം സ്വാധീനിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് ബേസ് എന്ന് പറയുന്നത് നഴ്സറി സ്കൂളിലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ അമ്മമാരും വർക്ക് ചെയ്യുന്നവരാണ്, അമ്മൂമ്മമാരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ വീട്ടിലെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ പഴയതുപോലെ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ആദ്യം തൊട്ട് തന്നെ വരുന്നത് 2 വയസ്സ് മുതൽ കുട്ടികൾ ഡേ കെയറിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നഴ്സറിയിലും. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിനോടൊപ്പമാണ്. ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ കൊണ്ടാക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ വൈകിട്ടാകുമ്പം വീട്ടിൽ പോകാൻ അവർ ചിലപ്പോൾ മടി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും സ്വാധീനിക്കുന്നുണ്ട് ചില ടീച്ചേഴ്സ് അവർ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് അതാണ് ഈ ഒരു മോണ്ടിസോറി
മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾ അതിന് പ്രാപ്തിയായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ ഇത്. പക്ഷേ ആ സർട്ടിഫിക്കറ്റിലുപരി ഓരോ കുട്ടികളെയും മനസ്സ് അറിഞ്ഞ് അവരോട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാര്യം. അത് എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ടീച്ചേഴ്സ് ആവുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മനസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഇപ്പോൾ അമ്മമാർക്കറിയാം, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർക്കറിയാം ഒരു കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. പിന്നെ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെ 90s കിഡ്സും 80s കിഡ്സും ഒക്കെയാണ്, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഈ ജെൻ സിയെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പാടുള്ളൊരു കാര്യമാണ്. കാരണം അവരൊരു 5G ടെക്നോളജിയിൽ വളർന്നു വരുന്ന കുട്ടികളാണ്. അപ്പോൾ പണ്ടുള്ള ഇപ്പോഴത്തെ ഉള്ള അമ്മമാരായാലും പറയും, ഓ വലിയ പാടാണ് ഇപ്പോഴത്തെ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം കുട്ടികളെ കൊണ്ടുപോകാൻ ഒരു പാടുമില്ല. പക്ഷേ അവരെ മനസ്സിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് അവരുടെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അവരുടെ ആ രീതിയിൽ അവരുടെ ടെക്നോളജിയിലോട്ട് നമ്മളും കൂടെ ഇറങ്ങിച്ചെന്നാലേ പറ്റൂ. എങ്കിൽ മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അഡ്വാൻസ്ഡ് ആണ്, അവർ ഭയങ്കര സ്മാർട്ടുമാണ്. ഇനി വരുന്നത് 6G ആണ്, സ്മാർട്ടുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു 6Gയിലെ കുട്ടികളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു അധ്യാപനത്തിൽ നല്ല ഒരു ഭാവി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് പറയാനായിട്ട് മാഡം ഉണ്ട്, വനിതാ കമ്മീഷൻ അംഗമാണ്. മാഡം നിങ്ങളുടെ ഇത് കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. പിന്നെ എല്ലാവരെയും ഞാൻ ഈ നിമിഷം സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന എല്ലാ കുട്ടികളെയും, വിദ്യാർത്ഥികളെയും, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും, അധ്യാപകരെയും എല്ലാവരെയും ഞാൻ ഈ നിമിഷം എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം. അടുത്ത ചടങ്ങ് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. പ്രൗഢമായ ഈ വേദിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ തിരികൾ തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയയായ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ മാഡം ആണ്. അതിനു മുമ്പ് മാഡത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുക. വഹിക്കുന്നതിനും നടത്തുന്നതിനും സ്നേഹാദരങ്ങളോടെ ഇന്ദിര മാഡത്തെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മറ്റ് അതിഥികളെയും ക്ഷണിക്കുന്നു. മികവിന്റെയും പൊൻതൂവലുമായി യുടെക്കിന്റെ 30ാം വാർഷികാഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ശുഭാരംഭം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ബ്ലൈൻഡ് ടീമിന്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കാൻ സാധിച്ചത് യുടെക്കിന് അഭിമാന നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. യുടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 30ാം വാർഷിക ലോഗോ പ്രകാശനം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ബ്ലൈൻഡ് ടീമിന്റെ സാന്നിധ്യത്തിൽ യുടെക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാരായണൻകുട്ടി നിർവഹിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ ആദരവും അംഗീകാരവും ആർജിച്ച ഈ മഹാപ്രതിഭകളുടെ സാന്നിധ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുടെക് വാർഷികത്തിന് ആരംഭം കുറിക്കുന്നത് അഭിമാനത്തിന്റെ നിർവാർന്ന നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. 30 വർഷങ്ങളുടെ അക്ഷീണ പ്രയത്നത്തിന്റെയും അചഞ്ചല വിശ്വാസത്തിന്റെയും പിൻബലത്തിൽ യുടെക് വിജയത്തിന്റെ വിസ്മയയാത്ര അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാരായണൻകുട്ടി നിർവഹിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ ആദരവും അംഗീകാരവും ആർജിച്ച ഈ മഹാപ്രതിഭകളുടെ സാന്നിധ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുടെക് വാർഷികത്തിന് ആരംഭം കുറിക്കുന്നത് അഭിമാനത്തിന്റെ നിർവാർന്ന നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. 30 വർഷങ്ങളുടെ അക്ഷീണ പ്രയത്നത്തിന്റെയും അചഞ്ചല വിശ്വാസത്തിന്റെയും പിൻബലത്തിൽ യുടെക് വിജയത്തിന്റെ വിസ്മയയാത്ര അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മൂന്ന് പതിറ്റാണ്ടുകളുടെ വിശ്വാസത്തിന്റെയും മികവിന്റെയും പൊൻതൂവലുമായി യുടെക്കിന്റെ 30ാം വാർഷികാഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ശുഭാരംഭം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ബ്ലൈൻഡ് ടീമിന്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കാൻ സാധിച്ചത് യുടെക്കിന് അഭിമാന നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. യുടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 30ാം സാന്നിധ്യത്തിൽ യുടെക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാരായണൻകുട്ടി നിർവഹിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ ആദരവും അംഗീകാരവും ആർജിച്ച ഈ മഹാപ്രതിഭകളുടെ യുടെക് മോണ്ടിസറി സ്കൂളിൻ്റെ കോൺവക്കേഷൻ സെറമണിയുടെ അധ്യക്ഷ ശ്രീമതി ധന്യ നാണൻകുട്ടി, സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ ശ്രീ അനിൽകുമാർ,
ഇവിടെ സ്കൂളിൽ നിന്നും ഇന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ഈ കോളേജിൻ്റെ ഫാക്കൽറ്റീസ്, വിശിഷ്ട അതിഥികൾ, വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ എത്തിയിട്ടുള്ള അശ്വതി രാജ്, ശ്രീ സെൻട്രൽ മാനേജർ ശ്രീ സുധാകരൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊച്ചു കൂട്ടുകാരികളെ, വലിയ സന്തോഷമുണ്ട്. യൂടെക്കിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ നടക്കുന്ന കോൺവക്കേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. സാധാരണ ഞാൻ പോകുന്ന പോലെ ഇവിടെയും ഏറെയും വനിതകളെയാണ് കാണുന്നത്. അത് സന്തോഷമാണ്. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ എവിടെ ചെന്നാലും വനിതകളാണ് കൂടുതൽ. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് 80% വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വനിതകളാണ്. അത് വിവിധ മേഖലകളിൽ ഗവൺമെൻറ് ജോലി മാത്രം നോക്കിയിരിക്കുകയല്ല, സ്വന്തമായി ജോലി കണ്ടെത്തി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കിൽ വരെ അവരെത്തി വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെയാണ് നമ്മളിന്ന് കാണുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ വനിതാ കമ്മീഷൻ്റെ ഒരു അംഗമാണ്. ഞങ്ങൾ സമൂഹത്തിലെ വിവിധ തുറകളിൽ പെടുന്ന സ്ത്രീകൾ വ്യത്യസ്തമായിട്ടുള്ള ജോലി അനുഷ്ഠിക്കുന്നവരായിരിക്കും. ആദിവാസി ഊരുകളിലുള്ള സ്ത്രീകളായിരിക്കാം, മലയോരത്തുള്ളവരാണ്, തീരദേശത്തുള്ളവരാണ്. അങ്ങനെ വൈവിധ്യമാർന്ന ഒട്ടനവധി വിഷയങ്ങളിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരെ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെ വിളിച്ച് ചേർക്കും. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, അതായത് നവംബർ മാസത്തിൽ ഞങ്ങളൊരു മുഖാമുഖം പരിപാടി വെച്ചപ്പോൾ അതിൽ വളരെയധികം സ്വയം ജോലി കണ്ടെത്തിയ സ്ത്രീകളെ കാണാനും കേൾക്കാനും സാധിച്ചു. 500 രൂപയ്ക്ക് തുടങ്ങിയ ഒരു സംരംഭം ഇന്നിപ്പോൾ 6.25 കോടിയുടെ ആസ്തിയിലെത്തി നിൽക്കുന്നു ഒരു സഹോദരിക്ക്. അതുപോലെ കഥകൾ പറയുന്ന 1.5 കോടി, 2 കോടി, കോടികളുടെ കഥ പറയുന്ന ഒട്ടനവധി സ്ത്രീകളെ നമ്മൾ കണ്ടു. അവരാരും വലിയ പ്രൊഫഷണലി എഡ്യൂക്കേറ്റഡ് അല്ല, വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നേടിയവരല്ല. പക്ഷേ എളിയ രീതിയിൽ തുടങ്ങി ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ പഠിച്ച് അവിടെ നിന്നും കിട്ടിയ ഊർജവും അറിവും സംഭരിച്ചു കൊണ്ട് തുടങ്ങിയ അവരുടെ സംരംഭങ്ങൾ വളരെയധികം പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പറയാനുള്ളത്, സ്ത്രീകൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ പണ്ട് കാലത്ത് നമ്മൾ കണ്ടിരുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി എന്താണ്? ടീച്ചർ അല്ലേ? അവരെ അടുത്തുള്ളൊരു സ്കൂളിലേക്ക് ജോലിക്ക് വിടുന്നതാണ്. അധ്യാപനം എന്നുള്ളതാണ് നമ്മൾക്ക് പറഞ്ഞിരുന്നതെങ്കിൽ അതെല്ലാം അധ്യാപനത്തിനൊപ്പം തന്നെ അതിൻ്റെ എല്ലാം അതിർവരമ്പുകൾ കടന്ന് കൊടുമുടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ. പക്ഷേ അത് പറയുമ്പോൾ നമുക്കെല്ലാം ആയി എന്നൊരിക്കലും ധരിക്കരുത്. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഞങ്ങൾ പോകാറുണ്ട്. അവിടെ നമ്മുടെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുടങ്ങി തലത്തിലുള്ള കുട്ടികൾക്ക്, കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഇന്നത്തെ ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ നല്ല റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്നും ഇറങ്ങുമ്പോൾ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് പറയും, മാഡം ഞങ്ങൾക്ക് ഒന്നും വേണ്ട. എന്താ പിന്നെ വേണ്ടത്? ഞങ്ങളെ കുട്ടികൾ ഉപദ്രവിക്കാതിരിക്കാനെന്ന് എവിടെയെങ്കിലും ഒന്ന് പറയണം. എങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്നത്? കുട്ടികൾ പിന്നെ കലുഷിതമായി.
സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒരു കുട്ടിയെ ഉപദേശിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ തള്ളിയിടാൻ ശ്രമിച്ചു. പെട്ടെന്ന് അടുത്തുള്ളൊരു മതിലിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ അധ്യാപന രംഗം പോകുന്നത് എങ്ങനെയാണ്? ഒരു കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുട്ടി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നത് വെച്ച് വളരെ പെർഫെക്റ്റായിട്ടാണ് അവൾ ക്ലാസ്സിൽ പെരുമാറുന്നത്. ടീച്ചർ പറഞ്ഞ അനുസരിക്കും, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. പക്ഷെ കൂടെയുള്ള കുട്ടികൾ പറയുന്നത്, നീ എന്തിനാണ് അങ്ങനെ അനുസരിക്കുന്നത്? അതൊരിക്കലും ശരിയല്ല. നീ തർക്കിക്കണം. നീ ടീച്ചർ പറയുന്നതിനെ എല്ലാം ഇങ്ങനെ കേൾക്കരുത്, തർക്കത്തരം പറയണം. അപ്പോൾ ആ കുട്ടിയെ ഒറ്റ തിരിച്ച് നിർത്തിയിരിക്കുകയാണ് കൂട്ടുകാരികൾ എന്നാണ് പറഞ്ഞത്. പറഞ്ഞ ആൾ, കുട്ടിയുടെ അമ്മ എന്നോട് സംസാരിച്ചത് ഡിസ്ട്രിക്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. അപ്പോൾ അവരാ രീതിയിൽ ഒരു കുഞ്ഞിനെ വളർത്തേണ്ട എങ്ങനെയെന്നുള്ള രീതിയിൽ വളർത്തി കൊണ്ടുവരുമ്പോൾ തൻ്റെ കൂടെയുള്ള സഹപാഠികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ചിത്രം ഇതാണ്. അപ്പം നമ്മൾ എത്താൻ പോകുന്ന ഫീൽഡ് അധ്യാപിക എന്നുള്ള നിലയിൽ വളരെയധികം സംഘർഷഭരിതമാണ്. പഴയ കാലത്തെ പോലെയുള്ള കുട്ടികളല്ല. കുട്ടികൾ ആകെ മാറിയിരിക്കുന്നു. നല്ല ചിന്താശീലവും ബുദ്ധിയും ഉള്ള കുട്ടികളാണ്. അതിലുപരി നമ്മളെപ്പോലെ എന്ന് പറയുമ്പോൾ അധികം ആളില്ല ഇവിടെ. ചെറുപ്പക്കാരികളായിട്ടുള്ള നിങ്ങൾ പോലും ജനിക്കുമ്പോൾ മുതൽ മൊബൈൽ നോക്കി ജീവിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഇന്നതല്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പോലും ആഹാരം കൊടുക്കുന്നതിനും കളിപ്പിക്കുന്നതിനും നമ്മൾ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അവരൊരു 6 മാസം തൊട്ട് തന്നെത്താൻ മൊബൈൽ ഉപയോഗിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുമ്പിലെല്ലാം ലൈസൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ കാണുന്നത്. അത് ലോകത്തിൽ നടക്കുന്ന കുത്തും കൊലപാതകവുമുണ്ട്, ലോകത്തിൽ നടക്കുന്ന അതിശയകരമായിട്ടുള്ള പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, ഏറ്റവും നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ലൈസൻസ്ഡ് ആയിട്ട് കാണുന്ന കുട്ടിക്ക് എന്താണ് നല്ലത്, എന്താണ് ചിന്ത, ഏതാണ് മോശം എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അത്ര കുഞ്ഞാണവൻ. അപ്പോൾ അവൻ്റെ മുമ്പിലെല്ലാം ലൈസൻസ്ഡാണ്. എൻ്റെ അമ്മ തന്ന മൊബൈൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ നോക്കുന്ന മൊബൈൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കാണുന്ന മൊബൈൽ ഞാനും നോക്കുമ്പോൾ അതിൽ ഒരു അപാകതയുമില്ല. പക്ഷേ കുഞ്ഞു മനസ്സിനെ ബാധിക്കുന്നത്, ഒരു വയലൻസ് കാണുമ്പോൾ അവൻ കാണുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരാളെ കുത്തുന്നു എന്നുള്ളത് നമുക്ക് കുറ്റകരമാണെങ്കിൽ കുഞ്ഞു മനസ്സിനത് അറിയില്ല. അപ്പോൾ അങ്ങനെ ഡിജിറ്റൈസ്ഡ് ആയിരിക്കുന്ന ഒരു മഹാരാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഡിജിറ്റൽ സംവിധാനത്തിൽ ജീവിക്കുന്നത് ഇന്ത്യയാണ്. ചൈനയും ഒപ്പമുണ്ട്. ഇത്രയും പോലും അമേരിക്ക ഡിജിറ്റലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞൊരു ദിവസം അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ എന്നോട് ചോദിക്കുന്നു, ആൻറ്റി ഇതെന്താണ്, എല്ലാവരും ഇവിടെ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ചെന്ന അമേരിക്കയിൽ അങ്ങനെയല്ല. എൻ്റെ മകളും മകനും സ്കൂളിൽ പോയിരുന്നാൽ ഓരോ ദിവസവും ഒരു കഥാപുസ്തകം വായിച്ച് ഏറ്റവും അവസാനത്തെ പീരീഡിൽ അത് ഡിസ്കസ് ചെയ്യണം. അതൊരു ആഴ്ചയിൽ 3 ദിവസം കമ്പൽസറി ആയിട്ട് ഡിസ്കഷനും എല്ലാ ദിവസവും ബുക്ക് വായനയുമുണ്ട്. വലിയവരും അങ്ങനെ ബുക്ക് വായിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മൾക്ക് ബുക്ക് വായന ഉണ്ടായിരിക്കാം, പക്ഷെ കൂടുതലും നമുക്ക് മൊബൈൽ വായനയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മൊബൈലിലൂടെ കാണാനാത്തതും കാണാൻ സാധിക്കുന്നതും കാണാവുന്നതുമായ കാര്യങ്ങൾ കണ്ടുവരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിന്നും പാസ് ഔട്ടായി പോകുന്ന അധ്യാപകരാകുന്ന മോണ്ടിസോറി ടീച്ചേഴ്സായിട്ടുള്ള നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത്. നമ്മുടെ സമൂഹം നന്നായി പോകുന്നത് ഒരു പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടല്ല, അവരുടെ പേരൻസിനെ കൊണ്ടാണ്. പേരൻസ് എങ്ങനെ കുട്ടികളെ വളർത്തുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാന കാര്യമിരിക്കുന്നത്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അത് സ്കൂളിൽ വന്ന് പറഞ്ഞാൽ ആ പേരൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കുഞ്ഞിൻ്റെ തെറ്റ് ഏറ്റവും അധികം ഡീൽ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ പേരൻസും അത് കഴിഞ്ഞ അധ്യാപകരുമാണ്.
നമുക്കിന്ന് അങ്ങനെയല്ല നടക്കുന്നത്. നമുക്ക് നേരെ തിരിച്ചാണ് നടക്കുന്നത്. എൻ്റെ കുട്ടിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന പേരൻസിനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എന്ത് തെറ്റ് ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സമൂഹത്തെ കൂടി ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ വളരെ വ്യത്യാസമാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ക്യാച്ച് ദം യങ് എന്ന ഫോമിൽ വെച്ച് 5 വയസ്സ് വരെ ഉള്ള കുട്ടികളെ ആയിരിക്കാം മോണ്ടിസോറി ട്രെയിനിങ് കിട്ടിയ അധ്യാപകരായിട്ടുള്ള നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണ് ഈ രാജ്യത്ത് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു കർമ്മനിരതരായിട്ട് ജീവിക്കേണ്ടതിനെ പാകപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. അത് പുട്ടിങ് ഇൻ പ്രാക്ടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടിയുടെ അറ്റൻഷൻ നിങ്ങൾ ക്യാപ്ചർ ചെയ്യണം. കുട്ടികൾ റോൾ മോഡൽ നിങ്ങളാകണം. വെറുതെ ചുമ്മാതെ നമുക്ക് സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ കുട്ടി എന്നുള്ളത് പഴയ കാലത്തെ കുട്ടിയല്ല. ഏതിനെയും കമ്പയർ ചെയ്യാൻ അവൻ്റെ മുമ്പിൽ വലിയൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് അവന് കടന്നു ചെന്ന് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുന്ന അവൻ അല്ലെങ്കിൽ ആ കുഞ്ഞ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ടീച്ചർ എൻ്റെ റോൾ മോഡൽ ആണ് എന്ന് കാണണമെങ്കിൽ നമ്മളും അതിനപ്പുറമായിട്ടുള്ള കഴിവുകൾ ആർജിക്കണം. ആ കഴിവുകൾ പ്രാക്ടീസിൽ കൊണ്ടുവരണം. ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ, നേരത്തെ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ, ഇന്ന് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞിനൊരു കാര്യം കണ്ടാൽ ആ കാര്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല, അവനെ കൊണ്ട് പറയിക്കുകയും അവൻ അന്ന് എന്തെല്ലാം കാണുന്നു എന്ന് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു അധ്യാപന രീതിയാണ് മോണ്ടിസോറിയിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം സാധ്യതകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് ഈ അധ്യാപന വൃത്തിയിലൂടെ. അപ്പോൾ അവിടെ നിന്നും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള പൗരന്മാരെ വാർത്തെടുക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കടമയാണ് ടീച്ചേഴ്സ് നിർവഹിക്കാൻ പോകുന്നത്. കാരണം 5 വയസ്സെന്ന് പറഞ്ഞാൽ അവനെ നിങ്ങൾ കാണേണ്ടത് ഏതാണ്ട് 50 വയസ്സുള്ള ഒരാളെ പോലെയാണ്. എല്ലാം കാണുന്നു, എല്ലാം കാണാനും ഗ്രഹിക്കാനും കഴിവുള്ള കുട്ടിയാണ്. എന്ത് കൊടുത്താലും പഠിക്കുവാൻ ആ സമയം അവന് പ്രാപ്തിയുണ്ട്. കുഞ്ഞാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഏത് പറയുന്നതും മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സംസാരിക്കുവാനും കഴിവുള്ള കുട്ടിയാണ്. അവനെ സംസാരിപ്പിക്കുക, അവനെ കർമ്മനിരതരാക്കുക തീർച്ചയായിട്ടും വലിയൊരു കർത്തവ്യമാണ്. പിന്തുടർന്ന് പോകുക എന്നുള്ളത് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു മോണ്ടിസോറി അധ്യാപകരുടെ ജോലി. ഒന്നും അടിച്ചേൽപ്പിക്കുക അല്ല, പക്ഷേ ആ പിന്തുടർന്ന് പോരുമ്പോൾ അവൻ പിന്തുടരേണ്ടത് എന്താണ് എന്നും അവൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നും കാഴ്ചപ്പാടുകൾ എങ്ങനെ പോകണം എന്നും സ്വരൂപിക്കുന്നതിലേക്ക്, മാറ്റിയെടുക്കുന്നതിലേക്ക്, അവരിലേക്ക് കൊണ്ടെത്തിക്കുന്നതിലേക്കുള്ള വലിയ കടമയും കർത്തവ്യവും നിങ്ങൾ നിർവഹിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്ന് പാസ് ഔട്ടായി പോകുന്ന എല്ലാവരും നിങ്ങൾ ചെന്നെത്തുന്ന ഏത് സ്കൂളാണെങ്കിലും, സ്വയം തുടങ്ങുന്ന സ്കൂളാണെങ്കിലും, കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു അനുമോദനമാണ്. നമുക്കെല്ലാം അണ്ടർ 16 കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് അറിയാം, ഇവരുടെ മാച്ചും കണ്ടിരിക്കാം. എന്നാൽ അണ്ടർ 16 കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആറ്റിങ്ങൽക്കാരനാണെന്ന് എത്ര പേർക്കറിയാം? അതെ, അണ്ടർ 16 കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഇഷാൻ എം രാജിനെയാണ് നമ്മളിപ്പോൾ അനുമോദിക്കാൻ പോകുന്നത്. ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തി അനേകം മാച്ചുകളിലൂടെ തൻ്റെ കഴിവ് തെളിയിക്കുകയും കേരള അണ്ടർ 16 ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ വരെ എത്തുകയും ചെയ്ത ഈ മിടുക്കൻ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയും ആറ്റിങ്ങലിലെ മികച്ച ക്രിക്കറ്റ് പ്ലെയറും സക്കാ ജീവനക്കാരനുമായ ശ്രീ മനാസ് രാജിൻ്റെയും ശ്രീമതി രമ്യ പി കെയുടെയും മകനുമാണ്. ഇഷാൻ എം രാജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു വീഡിയോ കാണാം. അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇഷാൻ എം രാജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് വിതരണമാണ്.
പേരുകൾ വിളിക്കുന്ന മുറയ്ക്ക് ഓരോ വിദ്യാർത്ഥിയും ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും തിരികെ ഇരിപ്പിടത്തിലേക്ക് പോകേണ്ടതുമാണ്.
അക്കാദമിയിലെ ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ വിജയിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് സ്വാഗതം ആശംസിച്ച യൂടെക് പ്രിൻസിപ്പൽ അനിൽകുമാർ സാറിന് യൂടെക്കിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഗ്രാജുവേഷൻ സെറമണിയിൽ അധ്യക്ഷത വഹിച്ച യൂടെക് മാനേജിംഗ് പാർട്ട്ണർ ധന്യ മാഡത്തിനും നന്ദി അറിയിക്കുന്നു. യൂടെക്കിൻ്റെ ഗ്രാജുവേഷൻ സെറമണിയിൽ ഈ ഒരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഇന്ദിര മാമിന് ഞാൻ യൂടെക്കിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സെറമണിയിൽ എത്തിച്ചേർന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ അധ്യാപകർക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കറൻ്റ്ലി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും യൂടെക്കിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം എല്ലാവരും 35ഓളം കുട്ടികളാണ് യൂടെക്കിൻ്റെ ഈ 30ാം ആനിവേഴ്സറി ആഘോഷിക്കുന്ന ടൈമിൽ ഇവിടെ നിന്ന് അഭിമാനാർഹമായി ഒരു അധ്യാപികയായിട്ട് എല്ലാവരും പുറത്തിറങ്ങുന്നത്. അപ്പോൾ യൂടെക് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻറ്റ് ഉണ്ടാകുന്ന രീതിയിലുമായ ഓരോ പ്രവർത്തനങ്ങളാണ് യൂടെക് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അതിലെല്ലാവരും ആ ഒരു അതേ മെൻറ്റാലിറ്റിയിൽ സ്കൂളിലെത്തി അധ്യാപകരാകുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന മാർക്കല്ല പ്രധാനം, നിങ്ങളുടെ സ്കിൽസ് പരമാവധി പുറത്തെടുത്ത് നല്ല സത്യസന്ധമായും നല്ല സെൽഫ് കോൺഫിഡൻസോടും കൂടി നല്ലൊരു അധ്യാപകരായി മാറാൻ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. जनगणमनाधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधृतरंगा तब शुभ नामे जाहे तब शुभाशिष माहे दाहे तब जय दादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.